ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയവും ദൈവമക്കളോട് ഒരുമിച്ച് സന്തോഷിപ്പാൻ എൻ്റെയും ജീവിതത്തിൽ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സുവിശേഷ മീറ്റിങ്ങിൻ്റെ 1-ാം ദിനത്തിൽ നാം കടന്നു വന്നിരിക്കുന്നല്ലോ. സർവശക്തനായ ദൈവം തൻ്റെ മഹിമയോട്, തൻ്റെ ദൂത സാന്നിധ്യത്തോട് കൂടെ ഈ സന്ധ്യാസമയവും നമ്മുടെ മധ്യ വിലാപിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് ഈ സന്ധ്യാസമയവും കർത്താവിൽ നിന്ന് ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും ദൈവ ആലോചനയിൽ നിന്നുള്ള വിടുതൽ അനുഭവിപ്പാൻ ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ദൂരത്തും ചാരത്തും ഇരുന്ന് ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ്. ഇന്ന് ഈ സന്ധ്യാസമയവും നമ്മുടെ ധ്യാനത്തിനായി 16-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 16-ാം സങ്കീർത്തനം 11-ാം വാക്യം. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വേദപുസ്തകത്തെ നാം പരിശോധിക്കുമ്പോൾ ഈ 16-ാം സങ്കീർത്തനം എന്നത് മശികായുടെ 3-ാം സങ്കീർത്തനമെന്നും ദാവീദിന്റെ സ്വർണഗീതമെന്നും വേദപണ്ഡിതന്മാർ ഇതിനെ അനുശാസിക്കുന്നതായി കാണുവാൻ കഴിയും. വായിച്ച വേദഭാഗത്തിൽ ദൈവസന്നിധിയിലുള്ള സന്തോഷത്തെ പറ്റി ദാവീദ് തൻ്റെ ജീവിതത്തിൽ കൂടെ ഓർപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ തുടങ്ങി തന്നെ നീ ഒഴികെ എനിക്കൊരു നന്മയും ഇല്ല എന്ന സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ ശരണം പ്രാപിച്ചതായ സങ്കീർത്തനക്കാരൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകളെക്കുറിച്ച് ഓർപ്പിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 8 മുതലുള്ള വേദഭാഗങ്ങളെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവ സാന്നിധ്യം അനുഭവിച്ചതായ ഭക്തൻ ദൈവത്തെ ഉയർത്തുന്ന ഒരു സന്ദർഭത്തെ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ നിലയിലും താൻ എപ്പോഴും തനിക്കൊരു അത്താണിയായി, ഇല്ലെങ്കിൽ ഒരു താങ്ങായി, ഇല്ലെങ്കിൽ ഒരു തണലായി, സഹായകനായി തന്നോടുകൂടെ കാണപ്പെടുന്നതായി തിരുവചനം ഓർപ്പിച്ചുണർത്തുകയാണ്. നമ്മുടെ ആത്മീയ ചിന്തയ്ക്കായി ഈ സന്ധ്യാസമയം വായിച്ച വേദഭാഗത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇന്ന് മനുഷ്യൻ ഏറ്റവും അധികമായി ജീവിതത്തിൽ ഏറെ ആഗ്രഹിക്കുന്ന, ഇല്ലെങ്കിൽ ഏറെ കാക്ഷിക്കുന്നതായ, ഏറെ ബന്ധപ്പെട്ട് നേടിയെടുക്കുവാനും വാഞ്ചിക്കുകയും ചെയ്യുന്നതായ ഒരു 2 വസ്തുതകളാണ്. ഒന്ന് സന്തോഷവും 2 പ്രമോദവും എന്ന് കാണുവാൻ കഴിയുന്നത്. പ്രമോദം എന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് സന്തോഷത്തിൻ്റെ സമർത്ഥിയാണ്. ഇന്ന് ലോകത്തെ നാം പരിശോധിച്ചാൽ മനുഷ്യത്വം മരവിച്ചിരിക്കുന്നതായ ഒരു ലോകത്തിൽ നാം എത്തിയിരിക്കുന്നല്ലോ. ഇന്ന് ലോകത്തിൽ ചുറ്റും നാം നമ്മുടെ കണ്ണുകൾ ഓടിച്ചാൽ എത്രയോ ഭവനങ്ങളിൽ മനുഷ്യത്വമില്ലാത്ത പ്രവൃത്തികളും, ദേശങ്ങളെ നാം പരിശോധിച്ചാൽ മൃഗതുല്യരായ മനുഷ്യരും മൃഗവാസനയോടുള്ള സ്വഭാവങ്ങളും അവരുടെ ജീവിതത്തിൽ നിന്ന് ഇന്ന് ലോകത്തിൻ്റെയും ജനത്തിൻ്റെയും സന്തോഷത്തെ കെടുത്തിക്കളയുമ്പോൾ ഒരു ദൈവ പൈതനൊരു പ്രത്യാശയുണ്ട്. യഹോവയുടെ സന്നിധി അവന് സന്തോഷ പരിപൂർണതയാ. ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ മനുഷ്യന്റെ അവസ്ഥയെ നാം പഠിച്ചാൽ ഇന്ന് പല ഭവനങ്ങളെ നാം പരിശോധിക്കുന്നുവെങ്കിൽ എത്രയോ ദുഃഖകരമായ അവസ്ഥകൾ ഓരോ ഭവനത്തിൽ നിന്നും വ്യക്തി ജീവിതങ്ങളിൽ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മനുഷ്യൻ സന്തോഷം തേടിയുള്ള യാത്രയ്ക്ക് കുറവില്ല. എവിടെയെല്ലാം അവന് യാത്ര ചെയ്യാമോ, എവിടെ പോയി ഒരു നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസത്തെ സന്തോഷം
ഒന്ന് അനുഭവിപ്പാൻ കഴിയുമെന്ന വാഞ്ചയോടെ മനുഷ്യൻ പോകാത്ത ഇടങ്ങളോ ആശ്രയിക്കാത്ത മനുഷ്യരോ ഇന്ന് ലോകത്തിൽ കാണുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ നാം ചിന്തിക്കുമ്പോഴും ലോകത്തിലേക്ക് നാം നോക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഇന്ന് മനുഷ്യൻ ഭൗമിക സമൃദ്ധിയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അവന്റെ ജീവിത ശ്രേഷ്ഠതയെ നാം പഠിച്ചാൽ ഒരുപക്ഷെ അവൻ ഉന്നത കുടുംബത്തിൽ ജനിച്ചവനായിരിക്കാം. ദേശത്ത് നല്ല സ്ഥാനമാനങ്ങൾ, നല്ല സമ്പത്തുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ, ഇങ്ങനെ പല വിധത്തിൽ നോക്കിയാൽ അക്ഷരീയമായി ഭൗമികമായി മനുഷ്യൻ എല്ലാവിധത്തിലും അനുഗ്രഹ സമ്പൂർണനായിരിക്കാം. എങ്കിലും ഓരോ വ്യക്തികളുടെ ഹൃദയ അന്തർഭാഗത്തിലേക്ക് നാം കയറി ചെല്ലുമ്പോൾ, ഓരോ ഭവനത്തിന്റെ അവസ്ഥയെ നാം പരിശോധിക്കുമ്പോൾ, ഓരോ കുടുംബ ജീവിതങ്ങളെ നാം നോക്കിയാൽ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് മനുഷ്യത്വം മരവിച്ച, ഇല്ലെങ്കിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു നിലവാരം തന്നെയാ. ഈ നാളുകളിൽ ഒരുപക്ഷെ നിങ്ങളും പത്രവാർത്തകളിലൊക്കെ വായിച്ചിരിക്കാം, പെറ്റ തള്ള തന്റെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു കാലം, മാതാപിതാക്കൾ തന്റെ മക്കളെ ഉപേക്ഷിച്ച് കളയുന്നതായ ഒരു കാലം, മാതാപിതാക്കൾ മനുഷ്യനെ വിട്ട് അകന്നുകൊണ്ടിരിക്കുന്നതായ ഒരു സന്ദർഭം. മാത്രമല്ല, മക്കൾ തന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുകയോ തന്റെ മാതാപിതാക്കൾ കൊടുക്കേണ്ട വിലയോ നിലയോ കൊടുക്കാതെ ഇന്ന് മക്കളിൽ നിന്നൊരു സന്തോഷം അവർ അനുഭവിപ്പാൻ കഴിയാതെ ഇന്ന് ലോകത്തിൽ കാണപ്പെടുന്നതായ ഒരു തലമുറയും നമുക്ക് ചുറ്റും കാണപ്പെടുവാൻ കഴിയും. എന്നാൽ തിരുവചന സത്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ജീവിതത്തിൽ പലപ്പോഴും അവരും ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തെ സന്തോഷം, ഒരു ദിവസത്തെ ഒരു സന്തോഷ സമൃദ്ധി എല്ലാ ജനവും ഇന്ന് ആഗ്രഹിക്കുന്നതായി കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവർക്ക് ലഭിക്കുന്ന അനുഭവമോ ലോകത്തിൽ അവർക്ക് നേടിയെടുക്കുവാൻ കഴിയുന്നത് ഒന്നെങ്കിൽ കുടുംബ തകർച്ച, കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകുന്നു, കുടുംബ ഭാരങ്ങൾ അവരെ ഭരിച്ച് അവരെ ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നു. മുമ്പ് ഒരു സാക്ഷി നാം കേട്ടുവല്ലോ, തന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കുടുംബ തകർച്ചയിലും കുടുംബ ഭാരത്തിലും കുടുംബ വേദനയിലും മാത്രമല്ല, തന്റെ സ്വജീവിതത്തിൽ പോലും അവൻ ദൈവത്തിൽ അകന്നവനായി രോഗവും കഷ്ടതകളും തന്നെ അലട്ടി തന്റെ ഹൃദയത്തിൽ അധികമായ വ്യാകുലതകളോടെ, ദുഃഖത്തോടെ, നിരാശകളോടുകൂടെ സന്തോഷം പ്രാപിക്കണമെന്നുള്ള വാഞ്ചയോടെ അവർ എത്രയോ ഇടങ്ങൾ സഞ്ചരിച്ചു, എത്രയോ ലക്ഷങ്ങൾ അവർ ചെലവഴിച്ചു. എന്നിട്ടും അവർക്കൊരു വിടുതൽ അതിനാൽ പ്രാപിപ്പാൻ കഴിഞ്ഞിരുന്നില്ല. താൻ തേടിയ വഴികളൊന്നും തനിക്ക് സന്തോഷത്തെയോ കുടുംബ സമാധാനത്തെയോ ജീവിതത്തിൽ കൊടുത്തിരുന്നില്ല. അവസാനമായി താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതും ആ ക്രിസ്തുവേശുവിൽ നിന്ന് ഈ കഴിഞ്ഞ 11 മാസങ്ങൾ താൻ അനുഭവിക്കുന്നതായ സന്തോഷത്തെയും സ്വർഗീയ സമാധാനത്തെയും വിടുതലിനെ കുറിച്ചും നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞല്ലോ. ഇന്ന് രാത്രികാലവും ഒരു പക്ഷെങ്കിൽ അതിൽ അപ്പുറമായ ഒരു ദുഃഖത്തോടും നിരാശയോടും വേദനകളോടും കഷ്ടതകളോടും കൂടെ ആയിരിക്കാം ഇന്ന് രാത്രികാലം നീ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുന്നത് പോലെ ക്രിസ്തുവിൽ ദൈവത്തിന്റെ പൈതലിന് സന്തോഷവും സന്തോഷത്തിന്റെ പരിപൂർണതയുമുണ്ട്. ഇന്ന് നാം നോക്കിയാൽ മനുഷ്യന്റെ ജീവിതത്തിൽ നാം പഠിച്ചാൽ എത്രയോ മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൽ കൃത്രിമമായ സന്തോഷത്തെ ഉരുവാക്കിയെടുക്കുന്നു. അവർ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത പുഞ്ചിരിയോടെ സുഹൃത്തുക്കൾ കാണുമ്പോൾ, സ്നേഹിതർ അവരുടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ, വേണ്ടപ്പെട്ടവർ അവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ, അവർ അധികമായി അവരുടെ അയൽവാസികൾ അവരെ സമീപിക്കുമ്പോൾ അവർ കൃത്രിമമായ പുഞ്ചിരി അവരുടെ മുഖത്ത് പ്രകടനമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവരുടെ ഹൃദയത്തിന്റെ അന്തർഭാഗങ്ങളിലോ നീറുന്ന അനവധി പ്രശ്നങ്ങളാൽ ദുഃഖമുഖരിതമായ ഒരു ജീവിതത്തിന്റെ സാക്ഷിയായി അവർ കാണപ്പെടുകയാണ്. ഇന്ന് പലരുടെയും ജീവിതത്തെ നാം നോക്കിയാൽ ഭൗമികമായി അവർ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ ദുഃഖത്തിന്റെ ഉടമയാണവർ. എന്നാൽ നാം ചിന്തിക്കുമ്പോൾ അവർ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതായ സന്തോഷഭാവങ്ങൾ ഒരു മുഖംമൂടി പോലെ അവർ പുറമേയുള്ള മനുഷ്യന്റെ മുൻപാകെ വെളിപ്പെടുത്തുമ്പോൾ ഹൃദയ അന്തർഭാഗത്തുനിന്ന് ഉയർന്നു വരുന്നതായ നിലവിളിയും അവരുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നതായ കണ്ണുനീരുകളും അവരുടെ ഹൃദയത്തിൽ ഉയർന്നു വരുന്നതായ ദുഃഖങ്ങളും അവരെ ഇന്ന് ലോക ദൈവത്തിൽ നിന്ന് അകറ്റി അവരെ ലോക സ്നേഹികളാക്കി അവരുടെ ജീവിതം പോലും
അപായത്തിലേക്ക് കൊണ്ടുപോയി അവർ സ്വയമായി അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാഴ്ചകൾ ഇന്ന് ലോകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഈ കുറ്റിച്ചൽ പ്രദേശത്തും അത് ഒരുപക്ഷെങ്കിൽ അത്ഭുതമല്ല. പല നാളുകൾക്ക് മുമ്പായി പല സന്ദർഭങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെയും ഹൃദയങ്ങളിൽ കാണപ്പെട്ടിരിക്കാം. ഒരുപക്ഷെങ്കിൽ ഇന്ന് രാത്രികാലം കൂടെ ഇതുപോലെ നിങ്ങളുടെ സ്നേഹിതരുടെ മുൻപാകെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുൻപാകെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ മുൻപാകെ ഒരുപക്ഷെ സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പുഞ്ചിരിയുടെയും മുഖമൂടി ധരിച്ചവരായി ഹൃദയത്തിലോ അകമഴിഞ്ഞ ദുഃഖവും നിരാശകളും തളർത്തി എവിടെയെങ്കിലും ഒരു മരണം ആഗ്രഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇന്ന് രാത്രികാലം എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ സ്തുതിക്കേണ്ടവരാ. ഇന്ന് രാത്രികാലം ഇവിടെ കൂടപ്പെട്ടിരിക്കുന്ന ദൈവമക്കളോട് ചോദിച്ചാൽ പറയും, ഈ ലോകത്തിൽ അവർക്ക് കഷ്ടങ്ങൾ കണ്ടേക്കാം, ഈ ലോകപ്രകാരമുള്ള ദുഃഖം അവരുടെ ജീവിതത്തിൽ വന്നേക്കാം, എങ്കിലും അവരുടെ ഹൃദയം അധികം ദൈവസന്നിൽ സന്തോഷിക്കുകയാണ്. ഇന്ന് രാത്രികാലം എന്നോട് കൂടെ അത് ഒത്തുകൊള്ളുന്നവർ, എന്റെ ഹൃദയത്തിൽ ഞാൻ ഭൗമികമായി അക്ഷരീയമായി ഈ ലോകത്തിൽ ദുഃഖിതനെങ്കിലും എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലവും പ്രിയ ദൈവ പൈതലേ, നിനക്ക് സന്തോഷത്തെ ക്രിസ്തുവേശു വാഗ്ദത്തം നൽകുകയാണ്. എന്നാൽ ആ ആത്മീയമായി ദൈവവചനത്തെ ധ്യാനിക്കും മുമ്പ് ഈ സന്തോഷത്തിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് തിരുവചനത്തിലും ലോകപ്രകാരവുമായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സന്തോഷത്തിന്റെ വിവിധ ഭാവങ്ങൾ എന്താണ്? ഒന്നാമതായി നാം ചിന്തിക്കുമ്പോൾ കാണുന്നുണ്ട് പ്രകൃതിദത്തമായ സന്തോഷം എന്ന് വെച്ചാൽ ഈ ലോകപ്രകാരമുള്ള ഉല്ലാസം, ആനന്ദം ഇവയെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. പ്രകൃതിദത്തമായ സന്തോഷം. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ അല്പനേരത്തെ ആശ്വാസത്തിനും അല്പനേരത്തെ സമാധാനത്തിനുമായി അവൻ പല ഉല്ലാസ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും ഉല്ലാസ കേന്ദ്രങ്ങളിൽ പോയി ചെലവഴിക്കുകയും ഉല്ലാസ കേന്ദ്രങ്ങൾ അവരുടെ ജീവിതവും അവരുടെ അധ്വാന ഫലവും അതേ വിട്ടുകൊടുത്തുകൊണ്ട് അല്പമായ സന്തോഷത്തിന് വേണ്ടി അവർ ആശ്രയിക്കുകയാണ്. ഇന്ന് ലോകത്തിലും പിശാചൊരുക്കിയിരിക്കുന്ന വലിയൊരു കെണിയാണ് ദൈവത്തിലുള്ള സന്തോഷം പ്രാപിപ്പാൻ കഴിയാതെ മനുഷ്യനെ ലോക ഉല്ലാസങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രകൃതിദത്തമായ സന്തോഷത്തിൽ അവർ ഹൃദയങ്ങളിൽ ആശ്വാസം കണ്ടെത്തുന്നു. അവർ പോയി ചില നിമിഷങ്ങൾ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിച്ചിട്ട് ഉല്ലാസ കേന്ദ്രങ്ങളിൽ പോയി ചില മണിക്കൂറുകൾ അവിടെ ചെലവഴിച്ചിട്ട് സന്തോഷത്തോടെ മടങ്ങി വീട്ടിലേക്ക് വരുമ്പോൾ ഭവനത്തിന്റെ അവസ്ഥ പിന്നെയും പഴയതിലും മെച്ചമായ, ഇല്ലെങ്കിൽ പഴയതിലും ദുരവസ്ഥ നിറഞ്ഞതായ, ഇല്ലെങ്കിൽ പഴയതിലും ദുഃഖപൂർണമായ ഒരു ജീവിതമാണ് ഇന്ന് ലോകത്തിൽ മനുഷ്യൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവരുടെ ജീവിതയാത്രയെ നാം പഠിച്ചാൽ എപ്പോഴും അവരുടെ ജീവിതത്തിൽ സന്തോഷത്തിന് വഴി തേടുന്നു. പക്ഷെങ്കിൽ ലോകത്തിൽ യഥാർത്ഥ സന്തോഷത്തെ പ്രാപിപ്പാൻ അവർക്ക് കഴിയുന്നില്ല. ഒന്ന് പ്രകൃതിദത്തമായ സന്തോഷം, അത് ഈ ലോക ഉല്ലാസങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ അവസ്ഥയിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്നത് മാനസികമായ സന്തോഷത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. മാനസികമായ സന്തോഷം എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രാപിക്കുന്നതായ സമാധാനവും സ്വസ്ഥതയും ശാന്തിയും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. മാനസികമായ സന്തോഷത്തിന് വേണ്ടി മനുഷ്യൻ എത്രയോ കോടികൾ ഇന്ന് ലോകത്തിൽ ചെലവഴിക്കുന്നു. എത്രയോ നേർച്ച കാഴ്ചകൾ മനുഷ്യൻ കഴിക്കുന്നു. എത്രയോ പുണ്യ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. മാനസികമായ ഒരു സന്തോഷം അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ ഭവനത്തിലുള്ള കലക്കങ്ങളിൽ നിന്നും ഭവനത്തിലുള്ളതായ മറ്റു പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഒരല്പ സന്തോഷം ആസ്വദിക്കുവാൻ, ഒരല്പം ആനന്ദം ജീവിതത്തിൽ കൊണ്ടുവരുവാൻ, അല്പസമാധാനം പ്രാപിപ്പാൻ മനുഷ്യൻ പല വഴികളെ തേടുകയാണ്. എന്നാൽ മാനസികമായ നിന്റെ സകല പ്രശ്നങ്ങളുടെ മുൻപാകെ നിനക്ക് സമാധാനവും നിനക്ക് സ്വസ്ഥതയും നിനക്ക് ശാന്തിയും തരുന്നത് സർവശക്തനായ ക്രിസ്തുവേശുവാൻ. അതിനുദാഹരണമായി തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തിരുവചന സത്യത്തിലേക്ക് നാം വരുമ്പോൾ ഒരിക്കൽ യേശു ബഥാനി എന്ന ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുന്നതായി കാണുവാൻ കഴിയും. അവിടെ ഒരു ഭവനത്തിന്റെ അവസ്ഥ അവിടെ വെളിപ്പെടുത്തുമ്പോൾ ആ ഭവനത്തിൽ തികച്ചും ദുഃഖവും നിരാശകളും നിറയപ്പെട്ടിരിക്കുന്നു. എല്ലാവരും കടന്നു വന്ന ആ ഭവനത്തിന്റെ അവസ്ഥ ഓർത്ത്
നിലവിളിക്കുകയും കരയുകയും ചെയ്യുമ്പോൾ, അവർ കണ്ണുനീരൊഴുക്കി ദുഃഖിക്കുന്ന ആ സന്ദർഭത്തിൽ ആ ബഥാനിയയിലേക്ക്, ആ ലാസറിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു വരുന്നതായി കാണുവാൻ കഴിയും. അവിടെ ആ ഭവനത്തിന്റെ അവസ്ഥയെ നാം പരിശോധിച്ചാൽ അതിദുഃഖപൂർണമായ ഒരവസ്ഥ. താങ്ങും തണലുമായി രണ്ട് സഹോദരിമാർക്ക് ഏക പുരുഷനായി കാണപ്പെട്ട, താൻ അധികം സ്നേഹിച്ചിരുന്നതായ ലാസർ ദീനമായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട് ഇരിക്കുന്നു എന്നുള്ള വാർത്ത അത് അവരുടെ ഹൃദയത്തിൽ ദുഃഖപൂർണമാക്കിയിട്ട് അവരുടെ കുടുംബത്തിൽ നിർജീവമായ ഒരവസ്ഥയിലേക്ക് എത്തിയതായി കാണുവാൻ കഴിയും. എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് ചെന്നിട്ട് യേശു അവിടെ ആ ജനത്തോട് ചേർന്ന്, ആ കണ്ണുനീരൊഴുക്കിയ തന്റെ സഹോദരിമാരോട് ചേർന്ന് യേശുവും കണ്ണുനീരൊഴുക്കുന്നതായി കാണുവാൻ കഴിയും. അവരുടെ ഹൃദയത്തിൽ മാനസികമായി അവർ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളുമായി കണ്ണുനീരോടെ കാണപ്പെട്ട നിലവാരത്തിൽ യേശു ഒരു വാക്ക് പറയുക, നീ വിശ്വസിക്കുക, ലാസർ മരിച്ചിട്ടില്ല എന്ന. വിശ്വസിക്കുക, അവൻ മരിച്ചിട്ടില്ല എന്ന. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലേ, നീയും ഒരുപക്ഷെ ആ അവസ്ഥയിൽ ഇന്ന് രാത്രികാലം നിന്റെ സ്നേഹിതരും നിനക്ക് താങ്ങും തണലുമായിരുന്നവർ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിൽ ദുഃഖപൂരിതമായ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം, വീരനായ ദൈവം, ആ സർവശക്തനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ ലാസറിന്റെ ഭവനത്തിൽ പോയതുപോലെ ഇന്ന് രാത്രികാലം നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിനക്കൊരു മാനസികമായ സന്തോഷത്തെ തന്നയക്കുവാൻ, നിന്റെ മാനസികമായ ദുഃഖത്തില് നിന്റെ വേദനകളെ നീക്കി ഒരു സ്വർഗീയ സന്തോഷത്തെ പകരുവാൻ ഇന്ന് രാത്രികാലം സർവശക്തനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, യേശു ആ സഹോദരികളോട് പറയുന്നത് പോലെ നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഇന്ന് രാത്രികാലം എൻ്റെ സകല മാനസികമായ പ്രശ്നങ്ങൾക്കും എൻ്റെ ദുഃഖത്തിനും എൻ്റെ വേദനകൾക്കും പരിഹാരമായി എൻ്റെ സർവശക്തനായ ദൈവം എൻ്റെ നടുവിൽ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല, മൂന്നാമത്തെ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സന്തോഷം എന്നത് അത് ആത്മീകമായ ഒരു സന്തോഷത്തെ വെളിപ്പെടുത്തുന്നു. സന്തോഷത്തിന്റെ മൂന്നാമത്തെ ഭാവം എന്ന്, ഒന്ന് അത് പ്രകൃതിദത്തമായ സന്തോഷം, രണ്ട് മാനസികമായ സന്തോഷം, മൂന്ന് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുമ്പോൾ ഒരു ആത്മീയ സന്തോഷം ദൈവ മക്കൾക്ക് ദൈവസന്നിധിയിലുണ്ട്. ഒരാത്മീയ സന്തോഷം ദൈവസന്നിധിയിലുണ്ട്. ഈ ആത്മീയ സന്തോഷം എന്ന് വെളിപ്പെടുത്തുമ്പോൾ അത് വിശ്വാസത്തെയും അത് പ്രത്യാശയെയും അത് സ്നേഹത്തെയും വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. ഒരു ദൈവ പൈതലിലെ പ്രത്യാശയും വിശ്വാസവും സ്നേഹവും അത് ദൈവത്തിൽ നിന്ന് അവർ പ്രാപിക്കുമ്പോൾ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ അവർ മറന്നുപോകുകയാണ്, ഈ ലോകത്തിലെ വേദനകൾ അവർ മറന്നുപോകുകയാണ്, ഈ ലോകത്തിലെ വ്യാധികളും ദുഃഖങ്ങളും അവർ മറന്നുപോകുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇരിക്കുന്ന ഇടം പോലും അവർ മറന്ന് ആത്മീയ സന്തോഷത്താൽ നിറഞ്ഞ ദൈവസന്നിധിയിൽ അവർ ദൈവത്തെ ആരാധിക്കുന്നതായി കാണുവാൻ കഴിയും. ഇന്ന് രാത്രി കാലവും നമുക്കും വേണ്ടത് ആ സ്വർഗീയ ആത്മീയ സന്തോഷമാണ്. ഒരിക്കൽ ഒരു സംഭവം ഇപ്രകാരം ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിക്കുവാൻ ഇടയായി. കുമ്പനാട്ടിൽ നിന്ന് 16 വയസ്സുള്ള ഒരു യൗവനക്കാരി പെൺകുട്ടി ക്രിസ്തുവിന്റെ ദർശനത്താൽ വിളി കേട്ട് അവളിൽ വീടും ഭാഷയും ദേശവും സ്വന്തക്കാരെയും വിട്ട് വീട്ടിലെ പ്രതികൂല സാഹചര്യങ്ങളെ കണ്ടിട്ട് അവൾ ക്രിസ്തുവിന്റെ ദർശനത്താൽ, ക്രൂസിന്റെ ദർശനത്താൽ അവൾ ദൂരെ കേരളത്തിനപ്പുറമായി ഒരു ദേശത്തേക്ക് താൻ മിഷണറി ചെയ്യുവാൻ, അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാൻ ഒരു മിഷണറിയായി താൻ കടന്നുപോയി. ആ സന്ദർഭത്തിൽ അവളുടെ ജീവിതവും അവരുടെ കുടുംബത്തിന്റെ അവസ്ഥയും നോക്കിയാൽ വലിയ സമ്പന്നമായ കുടുംബം, അനുഗ്രഹ സമ്പൂർണമായി ദേശത്തെ വിലയും നിലയുമുള്ള കുടുംബം, സഹോദരങ്ങൾക്ക് മാതാപിതാക്കൾക്ക് അവരുടേതായ ആ സഹോദരിയുടെ പ്രവർത്തനം കൊണ്ട് തീരെ സഹിപ്പാൻ കഴിയാത്തതിനാൽ അവളെ വീടിൽ നിന്ന് പുറത്തിറക്കി. അവൾ വീട് വിട്ട് ക്രിസ്തുവിന്റെ ദർശനത്താൽ ആ ക്രിസ്തുവിനായി അവൾ ജീവിപ്പാൻ, ക്രിസ്തുവിൽ കൂടെ അനേക ആത്മാക്കളെ നേടുവാൻ അവൾ തന്റെ മിഷണറി പ്രവർത്തനം തെരഞ്ഞെടുത്ത് താൻ ദൂരദേശത്തേക്ക് കടന്നുപോയി. ആ ദേശത്ത് ചെന്ന് അവൾ അധികം കഷ്ടതയിൽ കൂടെ അവളുടെ ജീവിതം കടന്നുപോയി. ദുഃഖപൂർണമായ
ചില സാഹചര്യങ്ങൾ അവിടെ മുൻപാകെ കടന്നു വന്നു. പല നാളുകൾ പട്ടിണിയിലും ദുഃഖത്തിലും അവിടെ ജീവിതം കടന്നുപോയി. ഉറക്കുളപ്പും പട്ടിണിയും നിന്ദകളും സഹിക്കാതെ അവൾ ഓരോ നിമിഷവും കർത്താവിനോട് ചേർന്ന് ആത്മീയമായ സന്തോഷത്തിൽ അവൾ മതിമറന്ന് മുൻപോട്ട് പോയ സന്ദർഭത്തിൽ വീട്ടുകാർ അവളെ ഇറക്കി വിട്ടുവെങ്കിലും അവളെ ഹൃദയത്തിൽ ഇറക്കി വിടാത്ത ഒരു മുത്തശ്ശി അവൾക്കുണ്ടായിരുന്നു. ആ മുത്തശ്ശി തൻ്റെ കൊച്ചുമകളുടെ ദുഃഖവും കഷ്ടതകളും അറിഞ്ഞിട്ട് ഈ മുത്തശ്ശി അവിടെ നിന്നുകൊണ്ട് ഈ കൊച്ചുമകൾക്ക് ഒരു എഴുത്തെഴുതി. അത് നീ വേഗത്തിൽ ഭവനത്തിലേക്ക് മടങ്ങി വരണം. നീ കഷ്ടതയും കണ്ണുനീരും പട്ടിണിയും അനുഭവിക്കുന്നത് എന്തിനാണ്? നീ എല്ലാറ്റെയും വലിച്ചു കളഞ്ഞിട്ട് എല്ലാറ്റെയും ഉപേക്ഷിച്ചിട്ട് മടങ്ങി ഭവനത്തിലേക്ക് വരണമെന്നുള്ള എഴുത്ത് കൊച്ചുമകൾക്കായി എഴുതി അയച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഈ സഹോദരി ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുമ്പോൾ ആ ഭവനത്തിലെ ഒരു വിശ്വാസി ഈ ലെറ്റർ ഈ സഹോദരിയുടെ കയ്യിലേക്ക് കൊണ്ടുകൊടുത്തു. ഇവൾ ആ ലെറ്റർ പൊട്ടിച്ചു വായിച്ചപ്പോൾ ഇവിടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അവളെ അധികമായി സ്നേഹിക്കുന്ന വല്യമ്മച്ചി എഴുതിയതായ വാക്കുകൾ അവിടെ ഹൃദയത്തിൽ സ്പർശിക്കുവാൻ തുടങ്ങി. നീ കഷ്ടതയും പട്ടിണിയും ദുഃഖവും നെടുവീർപ്പും അനുഭവിക്കുന്നത് എന്തിന്? നീ അവസ്ഥ വിട്ട് മടങ്ങി വരുവാനായി. അവൾക്ക് ആ ലെറ്ററിനകത്ത് എഴുതി കൊടുത്ത വാക്കുകൾ വായിച്ചപ്പോൾ അവിടെ കണ്ണുകൾ നിറയുവാൻ തുടങ്ങി. ചില നിമിഷങ്ങൾ അവൾ മൗനമായി ദൈവസന്നിധിയിൽ ഇരുന്നു. അവൾ പ്രാർത്ഥനയിൽ മുഴുകി. അവിടെ പിറകിൽ ഈ കൊച്ചുമക്കൾ മടങ്ങി ചെല്ലുവാൻ വല്യമ്മച്ചി എഴുതിയതായ കത്ത് അവളെ നിർബന്ധിച്ചു കൊണ്ടിരുന്നു. അവിടെ മുമ്പിലായി ക്രൂശിലെ ദർശനം അവളെ പ്രതീക്ഷിച്ചതിനപ്പുറമായി സ്നേഹിച്ച് സ്വീകരിച്ചു കൊണ്ടേയിരുന്നു. അവൾ രണ്ടിൻ്റെയും നടുമധ്യയിരുന്ന അവൾ ആകെ തളർന്നിരിക്കുന്ന സന്ദർഭത്തിൽ യേശു അവളുടെ ഹൃദയത്തിൽ പ്രത്യാശയും വിശ്വാസവും സ്നേഹവും കൊടുത്തു. ആ പ്രത്യാശയോടും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ അവൾ ഇപ്രകാരം ആ ദൈവസന്നിധിയിൽ നിന്ന് അവളൊരു പാട്ടിന്റെ വരികൾ ഇപ്രകാരം രചിക്കുവാൻ തുടങ്ങി. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണു കുടിച്ചാലോ ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ എല്ലാം പ്രതികൂലമായെന്നാലോ യാത്ര ചെയ്യോ യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചേടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. പ്രിയ ദൈവ പൈതലേ, ആ സഹോദരിയുടെ ഹൃദയം പ്രത്യാശയാലും സ്നേഹത്താലും സന്തോഷത്താലും നിറയപ്പെടുവാൻ തുടങ്ങി. ഞാൻ കണ്ട ദർശന പ്രകാരം ഞാൻ ഇറങ്ങി തിരിച്ചതായ ക്രൂസിന്റെ വഴി വിട്ട് ഞാൻ പുറകോട്ട് പോകില്ല. എന്നെ മുമ്പിൽ ഞെരുക്കത്തിന്റെ അപ്പമായിരിക്കാം, കഷ്ടതകളും പട്ടിണിയായിരിക്കാം, ദുഃഖവും നിന്ദകളുമായിരിക്കാം, അപമാനവും ദുഷികളുമായിരിക്കാം. ഏതെന്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ എൻ്റെ യേശുവിനായി ജീവിക്കും. പ്രിയ ദൈവ പൈതലേ, ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലെ സന്തോഷം അതാണ്, അവന്റെ ഹൃദയത്തിലെ തീരുമാനമാണ്. അവൻ ക്രിസ്തുവിനായി തന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ അവൻ കഷ്ടതയിലും ദുഃഖത്തിലുമല്ല, അവൻ ക്ലേശത്തിലല്ല, അവൻ സന്തോഷവാനാണ്. അവന്റെ ഉള്ളത്തിൽ ആത്മീയ സന്തോഷം പൊങ്ങി വരികയാ. പ്രത്യാശയാലും ദൈവസ്നേഹത്താലും വിശ്വാസത്താലും അവന്റെ ഹൃദയങ്ങൾ സന്തോഷിച്ചു കൊണ്ടേയിരിക്കും. ആ പ്രത്യാശയുള്ളവർ വീണ്ടും ആ പാട്ടിന്റെ അടികൾ ഒന്നുകൂടെ പാടിയാട്ടെ. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചേടക്ഷകനായി അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചേടക്ഷകനായി അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ
അന്ത്യശ്വാസം വരെയും എന്റെ ജീവൻ വച്ചേരും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ആകയാൽ പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കർത്താവിന്റെ സന്നിധി നമ്മെ സമർപ്പിക്കാം. യഹോവയുടെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. അവന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ഇന്ന് രാത്രി കാലവും നീ ദുഃഖിതനോ നിരാശനോ ഭാരത്തോടെ വേദനയോടെ വന്നിരിക്കാം. ഇന്ന് രാത്രി കാലം ദൈവത്തിന് കടന്നു പോകുമ്പോൾ ആത്മീയ സന്തോഷം ക്രിസ്തുവേശുവിൽ നിന്ന് പ്രാപിച്ച സ്വർഗീയമായ അനുഗ്രഹത്തോടെ കർത്താവ് നിന്നെ അയക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചന സത്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സന്തോഷത്തിന്റെ ഉറവിടം എന്നത് നമ്മുടെ സർവശക്തനായ ദൈവമാണ്. ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവം അവന്റെ സന്തോഷത്തിന്റെ ഉറവിടമാണ്. 12-ാം സങ്കീർത്തനം 97-ാം സങ്കീർത്തനം അതിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: നീതിമാന് പ്രകാശവും പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് സന്തോഷവും ഉദിക്കും എന്ന. ഇന്ന് രാത്രി കാലവും ദൈവസന്നിധിയിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നീ നീതീകരിക്കപ്പെട്ട് മടങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ സന്തോഷം നിന്റെ ഹൃദയത്തിൽ ഭരിക്കും. സ്വർഗീയ സന്തോഷത്തോടെ ഇന്ന് രാത്രി കാലം നിനക്ക് മടങ്ങിപ്പോകുവാൻ കഴിയും. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവം സന്തോഷത്തിന്റെ ഉറവിടമാകുന്നു എന്നും ജീവിതത്തിൽ സന്തോഷവും അനുഗ്രഹവും നൽകുന്നത് അതേ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ദൈവവചനത്തിലേക്ക് നാം പഠിക്കുമ്പോൾ അത് ദൈവത്തിൽ നിന്നുള്ള സന്തോഷം പ്രാപിക്കുന്നത് ക്രിസ്തുവേശുവിൽ കൂടെയാണ്. കാരണം ക്രിസ്തുവേശുവിൽ കൂടെ ആ സന്തോഷം ഒരു ദൈവ പൈതൽ പ്രാപിക്കുന്നു എന്ന് പറയുവാനുള്ള കാരണം അവന്റെ ജനനത്തെ നാം നോക്കിയാൽ കാണുവാൻ കഴിയും. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്: അത് ക്രിസ്തുവിന്റെ ജനനം ജനത്തിന് അത് മഹാസന്തോഷമായി മാറ്റപ്പെടുകയാണ്. ക്രിസ്തുവിന്റെ ജനനം അത് ജനത്തിന് മഹാസന്തോഷമായി മാറി. മാത്രമല്ല, തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ പ്രവർത്തനങ്ങൾ, ഈ ലോകത്തിലെ അനുഭവങ്ങൾ, യെരുശലേമിലേക്കുള്ള പ്രവേശനം, ആ യാത്രയെ നാം കാണുമ്പോൾ അതും ജനത്തിന് മഹാസന്തോഷത്തെ വെളിപ്പെടുത്തുന്നതായി കാണുവാൻ കഴിയും. മർക്കോസ് സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 9-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ആ സത്യവും നമുക്കവിടെ ഗ്രഹിക്കുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല, തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 33.5 വർഷം വരെ അതേ ഈ ലോകത്തിൽ ജീവിച്ചിട്ട് തന്നിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിച്ച, രോഗസൗഖ്യം പ്രാപിച്ച, വിടുതൽ അനുഭവിച്ച ജനത്തെയും തന്നോടുകൂടെ സഞ്ചരിച്ചതായ ശിക്ഷഗണങ്ങളെയും ദുഃഖിതരാക്കി നിരാശയിലാക്കിയിട്ട് അതേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസ്ഥയെ നമുക്ക് കാണുവാൻ കഴിയും. തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുന്നതായി തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അവൻ ക്രൂശിൽ മരിച്ച ശേഷം 3-ാം നാൾ ക്രിസ്തുവിന്റെ വാഗ്ദത്ത പ്രകാരം അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഉയർത്തെഴുന്നേൽപ്പിലും ജനം കർത്താവിൽ സന്തോഷിക്കുകയാ. ആ ഉയർത്തെഴുന്നേൽപ്പും ജനത്തിന്റെ നിരാശകൾ മാറി, ജനത്തിന്റെ ദുഃഖം മാറി, ജനത്തിന്റെ ഭാരങ്ങൾ നീങ്ങി ഒരു ഉയർപ്പ് പ്രാപിച്ചതിനാൽ ഒരു സന്തോഷം അവരുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതായി കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവർ സന്തോഷിക്കുന്നതായി കാണുവാൻ കഴിയും. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ, ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷത്തെ അനുഭവിപ്പാൻ കഴിയും? ജീവിതം എങ്ങനെ സന്തോഷപ്രദമാക്കുവാൻ ഒരു ദൈവ പൈതലിന് സാധിക്കും? ഇന്ന് ലോകത്തിൽ ജനിച്ച ഏതൊരുവനും തന്റെ ജീവിതത്തിൽ, തന്റെ കുടുംബ ജീവിതത്തിൽ, തന്റെ സാമൂഹിക മേഖലകളിൽ എവിടെയും ഒരു സന്തോഷപ്രദമായ ഒരു ജീവിതത്തെ നയിക്കുവാൻ സർവശക്തനായ ദൈവം നിനക്ക് വാഗ്ദത്തം തരികയാണ്. എന്നാൽ ജീവിതത്തിൽ എങ്ങനെ അത് സന്തോഷപ്രദമാക്കി തീർക്കുവാൻ കഴിയും? ഈ ലോകത്തിൽ തന്നിരിക്കുന്ന ഒരേ ഒരു ജീവിതം അത് നിനക്ക് എങ്ങനെ സന്തോഷപ്രദമാക്കി മാറ്റുവാൻ കഴിയും? തിരുവചനത്തിലേക്ക് നാം വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് മനുഷ്യ ജീവിതങ്ങൾ
ലോകത്തിൽ സന്തോഷത്തെ തേടി ഓടുകയാണല്ലോ. എവിടെ ഒരല്പ സന്തോഷം ലഭിക്കും? ഈ ജീവിതത്തെ എങ്ങനെ സന്തോഷപൂർണമാക്കി മാറ്റുവാൻ കഴിയും? ഞാൻ കുടുംബത്തിലേക്ക് ചെന്നാൽ, ഒരു ഭർത്താവിന്റെ ചിന്ത പഠിച്ചാൽ, ഞാൻ കുടുംബത്തിലേക്ക് ചെന്നാൽ എൻ്റെ ഭവനത്തിലുള്ളവരെ എങ്ങനെ സന്തോഷിപ്പിക്കും? മാത്രമല്ല, അവരിൽ നിന്നുള്ള സന്തോഷം എനിക്ക് എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? ഇന്ന് ലോകത്തെ നോക്കിയാൽ, ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ നോക്കിയാൽ, തൻ്റെ ജോലി സ്ഥാനത്തേക്ക് ചെല്ലുമ്പോൾ മറ്റുള്ള ജോലിക്കാരെ അല്ലെങ്കിൽ സഹപ്രവർത്തകരെ എങ്ങനെ സന്തോഷിപ്പിക്കുവാൻ കഴിയും? അവരുടെ സന്തോഷം എനിക്ക് എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? ദേശത്തെ നോക്കിയാലും എവിടെ നോക്കിയാലും മനുഷ്യൻ ഓടുന്നത് എങ്ങനെയെങ്കിലും ഒരു സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കണം എന്നൊരു വാഞ്ചയോട് കൂടെയാ. ഈ ലോകത്തിൽ ദുഃഖപൂർണമായ ജീവിതം നയിക്കുവാൻ ഒരു വ്യക്തി പോലും ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ. എന്നാൽ മനുഷ്യൻ സന്തോഷം പ്രാപിക്കുവാൻ, ഇല്ലെങ്കിൽ സന്തോഷപ്രദമായ ഒരു ജീവിതം നയിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നാം ഒരു പ്രവൃത്തി ചെയ്യണം. അതായത് നമ്മുടെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നതായ സ്വഭാവം എന്തെന്ന് നാം കണ്ടുപിടിക്കണം. ഓരോ വ്യക്തി ജീവിതങ്ങളിലും സന്തോഷം പ്രാപിക്കുവാൻ കഴിയാത്തതിന്റെ കാരണം നാം ഓരോ നിമിഷവും കണ്ടുപിടിക്കണം. ഇന്ന് പലരും ചെയ്യുന്നത്, സന്തോഷം പ്രാപിപ്പാൻ കഴിയാത്തതിന്റെ കാരണം അവർ കണ്ടുപിടിക്കുന്നില്ല. സന്തോഷം പ്രാപിപ്പാൻ കഴിയാത്തതിന്റെ ആ അനുഭവം എന്തെന്ന് അവർ കണ്ടെത്തുന്നില്ല. അവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് സന്തോഷം പ്രാപിപ്പാൻ കഴിയുന്നില്ല എന്നൊരു അനുഭവം അവർ ചിന്തിക്കുന്നില്ല. ഞങ്ങൾക്ക് സന്തോഷം വേണം, ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം വേണം, ഞങ്ങളുടെ ഹൃദയം എപ്പോഴും സന്തോഷത്താൽ നിറയപ്പെടണമെന്നാണ് എല്ലാ ജനവും ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ഒരു കവി തൻ്റെ പദ്യത്തിൽ താൻ എഴുതിയത് ഇങ്ങനെയാണ്: രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിയിടും, ഉഷസംഗം പ്രകാശിക്കും, നീതി സൂര്യൻ ഉദിച്ചിടും, ഈ കമലവും കാലേ വിടർന്നിടും. അതിന്റെ അർത്ഥം ഇങ്ങനെയാ. അതായത് രാവങ്ങ് തീർന്നിടും. അതിന്റെ സാരം ഇങ്ങനെയാണ്: ഒരു താമരപ്പൂവിൽ ഒരു വണ്ട് താൻ തേൻ കുടിച്ച് ഇങ്ങനെ ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് വന്ന ഈ താമരപ്പൂവിൽ വന്നിരുന്ന തേൻ നുകർന്ന് അവന്റെ ആ തേൻ രുചിച്ച് തൻ്റെ ലക്ക കെട്ട ഒരു നിലവാരത്തിൽ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ആ തേൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ താമരപ്പൂവിന് ഒരു വിശേഷതയുണ്ട്. വൈകിയ സൂര്യൻ അസ്തമിക്കുമ്പോൾ ഈ താമരപ്പൂ കൂമ്പിപ്പോവും, അല്ലെങ്കിൽ അങ്ങ് മടങ്ങിപ്പോകും. ഈ വണ്ട് ഈ താമരയ്ക്കുള്ളിലിരുന്ന് തേൻ നുകർന്നുകൊണ്ടേ ഇരിക്കുകയാ, തേൻ കുടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ വണ്ട് അറിയുന്നില്ല ഈ താമരപ്പൂ കൂമ്പിപ്പോയത് അല്ലെങ്കിൽ മടങ്ങിപ്പോയത്. ഈ വണ്ട് ഈ താമരയ്ക്കുള്ളിൽ ഇരുന്ന് ഈ വണ്ടിന്റെ മനോരാജ്യമാണ്, ഈ വണ്ട് പാടുന്ന വാക്കുകളാണ് ഈ കവി എഴുതിയിരിക്കുന്നത്. രാവിപ്പോൾ ക്ഷണമങ്ങൊടുങ്ങിയിടും, ഉഷസെങ്ങും പ്രകാശിക്കും, ദേവൻ സൂര്യൻ ഉദിക്കും, ഈ കമലവും കാലേ വിടർന്നിടും. അതായത് താൻ ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്: ഈ രാവങ്ങ് മാറും, അല്ലെങ്കിൽ ഈ രാത്രി അങ്ങ് മാറിപ്പോകും. ഇപ്പോൾ രാത്രിയായി കഴിഞ്ഞു, ഈ രാത്രി അങ്ങ് നീങ്ങും, ഉഷസ്സെങ്ങും പ്രകാശിക്കും. അതായത് ഉഷസ് വരും, ദേവൻ സൂര്യൻ പ്രകാശിക്കും. അതായത് സൂര്യൻ പ്രകാശിച്ചു വരുമ്പോൾ എങ്ങും ഉഷസ്സായിടും. ഈ താമരപ്പൂ വീണ്ടും വിരിയും, ഈ കമലവും കാലേ വിടർന്നിടും. അതായത് ഈ താമര വിരിയും, ഞാൻ പറന്ന് വീണ്ടും അനന്തവികായുസിലേക്ക് പറന്നു പോകുമെന്ന. അപ്പോഴാണ് ഈ കവി വീണ്ടും മനോരാജ്യത്തിൽ എഴുതുന്നു: ഒരാന ഈ അവസരത്തിലാണ് ഈ കുളത്തിലേക്ക് കുളിക്കുവാൻ പാപ്പാന്മാർ ആനയെ കൊണ്ടുവരുന്നത്. ആനയ്ക്കൊരു സ്വഭാവമുണ്ട്, ആന കിട്ടുന്നതെല്ലാം തുമ്പിക്കൈ വെച്ച് ആദ്യം വായിലാക്കും. കുളിക്കാൻ പോകുന്നോ അല്ലെ തടി പിടിക്കുന്നോ നോക്കാറില്ല. അത് കിട്ടിയ വാക്ക് ഫസ്റ്റിലെ താമരപ്പൂ കിട്ടിയത്. കൂമ്പി നിൽക്കുന്ന താമരപ്പൂ ഓടിച്ചു വായിലോട്ട് വെച്ചു. അപ്പോഴും വണ്ട് പാടുകയാ: രാവങ്ങ് നീങ്ങിപ്പോകും, ഉഷസ്സുദിക്കും, സൂര്യൻ ഉദിക്കും, ഈ കമലവും കാലേ വിടർന്നിടും. എവിടെയായിരിക്കുന്നത്? ആനയുടെ പല്ലുകൾക്കിടയിൽ. പ്രിയ ദൈവ പൈതലേ, ഇന്ന് ലോകത്തിൽ ജനത്തിന്റെ അവസ്ഥ ഇതാ. ജീവിതത്തിൽ സന്തോഷം പ്രാപിക്കുവാൻ ലോകപ്രകാരമുള്ള വഴികളെല്ലാം അവർ തേടുന്നു.
ലോകപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ആസ്വദിക്കുകയാണ്. അവരുടെ ചിന്ത രാവങ്ങ് നീങ്ങിയിട്ട് രാത്രി അങ്ങ് മാറിയിട്ട് ആ വണ്ടിനെ പോലെ ചിന്തിക്കുക, സൂര്യൻ ഉദിക്കും, ഞാൻ വീണ്ടും പ്രകാശത്തെ കാണും, പിറ്റേ ദിവസം വീണ്ടും ഞാൻ സന്തോഷത്തിലേക്ക് പോകും. പ്രിയ ദൈവ പൈതലേ, നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. ലോകത്തിൽ നാം വഞ്ചിക്കപ്പെട്ടു പോകരുത്. ഒരു മനുഷ്യന് ലോകത്തിൽ സന്തോഷം പ്രാപിക്കണമെങ്കിൽ, ലോകത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സന്തോഷം ആസ്വദിക്കണമെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സന്നിധിയാണ്. എന്നാൽ ഇന്നും പലരും ഈ വിഷയങ്ങളിൽ ലോകത്തോടും പാപത്തോടും ദുഷ്ടശക്തിയോടും ബന്ധിക്കപ്പെട്ട ആ വണ്ട് താമരയ്ക്കുള്ളിൽ ആയിരിക്കുന്നത് പോലെ ഇന്ന് പല വ്യക്തി ജീവിതങ്ങളും പാപത്തിനുള്ളിൽ കാണപ്പെടുകയാണ്. അവർക്ക് ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്, ഞാൻ ഈ പാപം വിട്ട് സൂര്യൻ ഉദിക്കുമ്പോൾ പുറത്തേക്ക് അനന്തവികായുസിലേക്ക് പറന്നു വരും. പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം നീയും അപ്രകാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സത്യം ഗ്രഹിക്കണം. ലോകത്തിൽ നിനക്ക് സന്തോഷം പ്രാപിക്കണമെങ്കിൽ നീതിസൂര്യനായ ക്രിസ്തുവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ആ നീതിസൂര്യനായ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നീ കടന്നു വരുമ്പോൾ നിനക്ക് ആ സ്വർഗീയ സന്തോഷം അനുഭവിപ്പാൻ കഴിയും. എന്നാൽ ഈ സന്തോഷം നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ നീ പ്രധാനമായി ചെയ്യേണ്ടത്, നീ ആ ബന്ധനത്തിൽ നിന്ന് പുറപ്പെട്ടു പോകണം. കാരണം കൂരിട്ട ഭൂമിയെ മൂടുവാൻ പോകുന്നു. ലോകത്തെങ്ങും അന്ധകാരം വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അന്ധകാരപ്രഭു വെളിപ്പെടും മുമ്പ് നീ ആ താമരയ്ക്കുള്ളിൽ നിന്ന്, ഇല്ലെങ്കിൽ തേൻ കുടിച്ച് ആസ്വദിക്കുന്ന, ലോകത്തെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഒരു നിമിഷം പുറത്തേക്ക് വരേണ്ടിയിരിക്കുന്നു. തിരുവചനം വെച്ച് നാം പഠിച്ചാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തെ നാം പഠിക്കുന്നുവെങ്കിൽ അവൻ പല ശക്തികൾക്കും ബന്ധിക്കപ്പെട്ടവനാണ്. മനുഷ്യൻ പല അവസ്ഥകൾക്ക് ബന്ധിക്കപ്പെട്ടവനാണ്. പാപി പല അവസ്ഥകൾക്ക് ബന്ധിക്കപ്പെട്ടവനാണ്. ഇന്നും ആ ബന്ധനത്തിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ കഴിയുന്നില്ല. പലപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്, വിടുതൽ ആഗ്രഹിക്കുന്നുണ്ട്, സമാധാനം ആഗ്രഹിക്കുന്നുണ്ട്, എങ്കിലും അവർക്ക് ബന്ധനത്തിൽ നിന്ന് പുറപ്പെട്ടു വരുവാൻ കഴിയുന്നില്ല. തിരുവചനം അനുശാസിക്കുന്ന ബന്ധനങ്ങൾ എന്താണ്? തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നീ ആ സന്തോഷം പ്രാപിക്കണമെങ്കിൽ മനുഷ്യൻ ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുക. മനുഷ്യൻ ആ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നിനക്ക് ക്രിസ്തുവേശുവിൽ നിന്നൊരു സന്തോഷം അനുഭവിപ്പാൻ കഴിയും. നീ ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. ന്യായപ്രമാണത്തിന്റെ ബന്ധനം എന്ന് വെളിപ്പെടുത്തുമ്പോൾ ഇന്ന് പലർക്കും അത് വിട്ടുപോരുവാൻ മനസ്സില്ല. ഇന്ന് ന്യായപ്രമാണത്തിന്റെ പിന്നിൽ കടിച്ചു തൂങ്ങി എത്രയോ മനുഷ്യർ ഇന്ന് ദൈവിക സന്തോഷങ്ങളെയും ദൈവിക അനുഗ്രഹങ്ങളെയും നഷ്ടപ്പെടുത്തി ഇന്ന് ലോകത്തിൽ അവർ കാണപ്പെടുകയാണ്. ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ കടിച്ചു തൂങ്ങി എന്ന് വെളിപ്പെടുത്തുമ്പോൾ, ന്യായപ്രമാണ ബന്ധനമെന്ന് പഠിച്ചാൽ തിരുവചനത്തിൽ നാം ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, ന്യായപ്രമാണ ബന്ധനം എന്നത് പഴയ നിയമത്തിൽ നാം പഠിക്കുന്നുവെങ്കിൽ യഹൂദന്മാർ അവരുടെ ആലയങ്ങളിൽ പ്രശംസിച്ചിരുന്നു. അതായത് ന്യായപ്രമാണം അനുസരിച്ച് പണിത മനോഹരമായ ആരാധന ആലയങ്ങളിൽ, മനോഹരമായ ആ ദേവാലയങ്ങളിൽ അവർ അല്ലെങ്കിൽ ആശ്രയിച്ച് അതിൽ മുറുകെ പിടിച്ച് കാണപ്പെട്ടിരുന്നു. ഇന്നും സന്തോഷം പ്രാപിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ദൈവസന്നിധിയിൽ ആനന്ദിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇന്ന് ആലയം വിടുവാൻ മനസ്സില്ല. മനോഹരമായ ആലയങ്ങൾ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതലേയുള്ള ആലയങ്ങൾ, ഞങ്ങളുടെ പിതാക്കന്മാർ പണിത ആലയങ്ങൾ, മനോഹരമായ കല്ലുകൾ കൊണ്ട് വാർത്തുണ്ടാക്കിയ ആലയങ്ങൾ, ഒരിക്കൽ യേശുവിൻ്റെ ശുശ്രൂഷ കാലങ്ങളിൽ ശിഷ്യന്മാരും യേശുവിനോട് പറയുന്നതായി കാണുവാൻ കഴിയും. അത് എത്രയോ മനോഹരമായ ആലയം, അതിൻ്റെ പണികൾ എത്രയോ മനോഹരം, അതിൻ്റെ കല്ലുകൾ എത്രയോ കൊത്തുപണിയാൽ ചെയ്യപ്പെട്ടത്. യേശുവിന് മുമ്പിൽ ശിഷ്യഗണങ്ങൾ ആ ആലയത്തെ നോക്കി അവർ ഉയർത്തി പറയുമ്പോൾ യേശു പറയുന്നു, കല്ല് കല്ലിന്മേൽ ശേഷിക്കാത്ത ഒരു നാള് വരുന്നു എന്ന. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നീ ഇന്ന് രാത്രി കാലവും ന്യായപ്രമാണത്തിൽ കടിച്ചു തൂങ്ങി, ആലയത്തിന്റെ പാരമ്പര്യത്തിൽ നീ കടിച്ചു തൂങ്ങി കിടന്നാൽ ദൈവിക സന്തോഷം ദൈവസന്നിധിയിൽ പ്രാപിപ്പാൻ സാധ്യമല്ല. നീ ആ ബന്ധനം വിട്ടു പോരേണം. ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തേക്ക് വരണം. മാത്രമല്ല, അവന്റെ ആലയത്തിൽ അവന് പ്രശംസയുണ്ടായിരുന്നു. മാത്രമല്ല, യഹൂദന്മാരെ പറ്റി നാം പഠിക്കുമ്പോൾ അവരുടെ ആലയത്തിൽ മാത്രമായിരുന്നില്ല, അവരുടെ ന്യായപ്രമാണം വെച്ചുള്ള പൗരോഹിത്യത്തിൽ അവർ പ്രശംസിച്ചിരുന്നു. കാൽച്ചട്ടയും
നീളമുള്ള കുപ്പായവും തലപ്പാവും ധൂപക്കുറ്റിയും ഇവയൊക്കെയും അവർ പ്രശംസയായി എടുത്തിരുന്നു. ഇവയിലൊക്കെ അവർ പ്രശംസയായിരുന്നു. ഇവയിലൊക്കെയും അവർ കടിച്ചു തൂങ്ങിക്കിടന്നു. ഇന്നും ലോകത്തിൽ സ്വർഗീയ സന്തോഷത്തെ നഷ്ടമാക്കുന്ന അവസ്ഥ ഇന്നും നീ ആ ന്യായപ്രമാണത്തിലുള്ള പൗരോഹിത്യത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നതിനാലാണ്. നിന്റെ ഉള്ളത്തിൽ സന്തോഷം നഷ്ടമാകുന്നത് ഇന്നും ആ കെട്ടുകളിൽ നീ ആയിരിക്കുന്നത് കൊണ്ടാ. ഇന്ന് രാത്രി കാലം നീ ആ കെട്ടിൽ നിന്ന് പുറത്തു വന്നാൽ സ്വർഗീയ സന്തോഷം നിന്റെ ഹൃദയത്തിൽ കർത്താവ് നിനക്ക് തരും. എന്നാൽ മാത്രമല്ല, വീണ്ടും നാം പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, അവർ ന്യായപ്രമാണത്തിന്റെ ആ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ചിരുന്നു. അവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവരുടെ യാഗങ്ങളിലും ഇന്നും അവർ മുറുകെ പിടിച്ചിരിക്കുകയാണ്. എന്നാൽ തിരുവചനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ഒരിക്കലായി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവേശു, ഒരിക്കലായി എന്നേക്കും മഹാപുരോഹിതനായി അതേ സ്വർഗത്തിലേക്ക് ആ തിരശ്ശീലയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ച നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശു ക്രിസ്തു. പ്രിയ ദൈവ പൈതലേ, നീ ആ കർത്താവിന്റെ അടുക്കിലേക്ക് വന്നാൽ നിനക്ക് ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിപ്പാൻ കഴിയും. ഇന്നും നീ ആ പാരമ്പര്യത്തിലും ആ പൗരോഹിത്യത്തിലും ആ ന്യായപ്രമാണ വ്യവസ്ഥയിലും കാണപ്പെടുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് സന്തോഷം പ്രാപിപ്പാൻ കഴിയില്ല. നീ അവ വിട്ട് ദൈവസന്നിധിയിലേക്ക് ജനത്തോടുകൂടെ വിശുദ്ധന്മാരോടുകൂടെ ദൈവത്തിൽ സന്തോഷിപ്പാൻ ഇന്ന് രാത്രികാലം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മാത്രമല്ല, വീണ്ടും തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവരെ ബന്ധിച്ചിരിക്കുന്ന മറ്റൊരു പ്രമാണം, ഒന്ന് ന്യായപ്രമാണത്തിന്റെ ബന്ധനത്താൽ അവർ കഴിയുന്നതിനാൽ അവർക്ക് ദൈവത്തിൽ സന്തോഷിപ്പാൻ കഴിയുന്നില്ല. ജീവിതത്തിൽ നീ സന്തോഷം ആഗ്രഹിക്കുന്നെങ്കിൽ ആ പാരമ്പര്യത്തെയും പ്രമാണത്തെയും വിട്ട് ക്രിസ്തുവിങ്കിലേക്ക് നീ കടന്നു വരണം. മാത്രമല്ല, തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ മറ്റൊരു ബന്ധനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അത് പാപത്തിന്റെ ബന്ധനമാണ്. തിരുവചനം വെളിപ്പെടുത്തുന്നത് മനുഷ്യൻ പാപത്തിന്റെ പ്രമാണത്തിന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അപ്പോസ്തലൻ ഓർപ്പിച്ചുണർത്തുകയാണ്. മനുഷ്യൻ പാപത്തിന്റെ ബന്ധനത്തിന്, അതെ പാപത്തിന്റെ പ്രമാണത്തിന് അവൻ കെട്ടപ്പെട്ടവനായി കാണപ്പെടുകയാണ്. ഇന്ന് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് വാഞ്ചയുണ്ട്, ആഗ്രഹമുണ്ട്. എനിക്കും ആ സ്വർഗീയ സന്തോഷം പ്രാപിക്കണമെന്ന് അതിയായ താല്പര്യമുണ്ട്. എങ്കിലും അവർക്ക് ആ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന്, ആ പാപ ബന്ധനത്തിൽ നിന്ന് അവർക്ക് വിടുതൽ പ്രാപിപ്പാൻ കഴിയുന്നില്ല. കാരണം ഇന്നും അവർ അതിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു നിലവാരം. പലപ്പോഴും പാപങ്ങൾ ഏറ്റുപറയാറുണ്ടെങ്കിലും പാപത്തെ വിട്ടുകളയാറില്ല. ഇന്ന് നമ്മുടെ വീടുകളിലൊക്കെ നാം മുറികളിലൊക്കെ അടിച്ചു വാരുമ്പോൾ ചെലന്തി വലയെല്ലാം അടിച്ചു വാരാറുണ്ട്. പക്ഷെങ്കിൽ ചെലന്തിയെ വെറുതെ വിടുന്ന ഒരു അനുഭവം ഇന്നും പല വ്യക്തികളുടെയും ജീവിതത്തിൽ സന്തോഷത്തിന് തടസ്സമാതാ. വീണ്ടും പിറ്റേ ദിവസം നോക്കിയാൽ വീണ്ടും ആ ചെലന്തി അവിടെ വല കെട്ടി വെച്ചിരിക്കുകയാ. അടുത്ത ദിവസവും ചെലന്തി വല തുടച്ചു കളയും, ചെലന്തിയെ കൊല്ലാറില്ല. ഇന്ന് രാത്രികാലം നീ പാപത്തിന്റെ പ്രമാണത്തിന് അടിമപ്പെട്ട അവസ്ഥയിൽ നിന്റെ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുത്തുന്ന ആ പൈശാചിക ശക്തിയിൽ നിന്ന് നീ ഒരു വിടുതൽ പ്രാപിച്ചാൽ ദൈവസന്നിധിയിലെ സന്തോഷം നിന്റെ ഹൃദയത്തിൽ പ്രാപിപ്പാൻ കഴിയും. അതാ തിരുവചനത്തിലേക്ക് നാം പഠിക്കുമ്പോൾ ഒരു പാപിയുടെ അവസ്ഥ നാം പഠിച്ചാൽ, പാപി പാപപ്രമാണത്തിന് അടിമയാണല്ലോ, ബന്ധിക്കപ്പെട്ടിരിക്കുന്നല്ലോ. പാപിയുടെ അവസ്ഥ നാം ചിന്തിക്കുന്നുവെങ്കിൽ, പാപിയുടെ അവസ്ഥകൾ നാം പഠിച്ചാൽ, ഒരു പാപി പ്രകൃതിയാൽ അവൻ കോപത്തിന്റെ മക്കളെന്ന് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. വായിച്ച് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. പാപിയുടെ അവസ്ഥ എന്താണ്? പ്രകൃതിയാൽ അവൻ കോപത്തിന്റെ മക്കളാണ്. പാപി പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളാണ്. ക്രിസ്തുവിന്റെ ക്രിസ്തുവുമായി അവന് യാതൊരു ബന്ധവും ആ കാലങ്ങളിൽ അവനില്ല. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ ക്രിസ്തുവുമായി അവന് ബന്ധമില്ല എന്ന് കാണുവാൻ കഴിയും. ജനനത്തിൽ ക്രിസ്തുവുമായി അവന് ബന്ധമില്ല, അവൻ പാപത്തിൽ ഉരുവായി തീർന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12 മുതൽ നാം താഴോട്ട് വായിച്ചാൽ ആ വേദഭാഗത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത അവസ്ഥയിലാണ് പാപിയുടെ
ഈ ലോകത്തിലെ ജനനം എന്ന് കാണുവാൻ കഴിയും. അവൻ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായി, ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്തവനായി അവൻ പാപിയായി ജനിക്കുകയാണ്. ഒരു പ്രവാചകൻ ഒരിക്കൽ ഇപ്രകാരം പ്രസംഗിക്കുന്നത് കേട്ടു: ഒരു ശിശു ജനിക്കുമ്പോൾ ഇരട്ട കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. ഇരട്ട കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇരട്ട കുട്ടികളായിട്ടാണോ ജനിച്ചത്? അതെ, ഇരട്ട കുട്ടികളായിട്ടാണ് ജനിക്കുന്നത്. ഒന്ന് മനുഷ്യക്കുഞ്ഞും അവനോട് കൂടെ പാപക്കുഞ്ഞും അഥവാ പാപത്തിന്റെ കുഞ്ഞും ജനിച്ചു എന്നാണ്. രണ്ടുപേരും ഒരുപോലെ വളർന്നു. മനുഷ്യക്കുഞ്ഞും വളരുന്നു, അതുപോലെ പാപത്തിന്റെ കുഞ്ഞും വളരുന്നു. മനുഷ്യക്കുഞ്ഞിന് പേരിടുന്നു, മനുഷ്യക്കുഞ്ഞിനോടുകൂടെ പാപക്കുഞ്ഞും പേരെടുത്ത് വളരുകയാ. അവർ ജീവിതത്തിൽ നാം നോക്കിയാൽ അവൻ വളർന്നു വരുമ്പോൾ ഒരു കടയിൽ പോയി അവൻ പാപം വാങ്ങിക്കുന്നില്ല വില കൊടുത്ത്. എനിക്ക് കുറെ പാപം വേണമെന്ന് പറഞ്ഞ് അവൻ പാപം വിലയ്ക്ക് വാങ്ങിക്കുന്നില്ല. ഇല്ലെങ്കിൽ ഒരു പിതാവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നില്ല, അപ്പാ എനിക്ക് കുറെ പാപം തരണമെന്ന്. ഒരിക്കലും അവൻ പാപം ചോദിച്ചു വാങ്ങിക്കുന്നില്ല. അവൻ ജനിച്ച അവസ്ഥയിൽ അവൻ പാപിയായി ജനിച്ച് വളരുന്ന ഒരവസ്ഥയെ കാണപ്പെടുകയാണ്. പാപിയുടെ അവസ്ഥ, അവൻ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളാണ്. അവൻ കോപത്തിന്റെ മക്കളായിരിക്കിയാൽ, പ്രകൃതിയാൽ അവൻ കോപത്തിന്റെ മക്കളായിരിക്കിയാൽ അവന്റെ ഉള്ളിൽ സന്തോഷം കടന്നു വരില്ല. നമ്മുടെ ജീവിതത്തിൽ നാം പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നത് പോലെ നാം ക്രിസ്തുവിന്റെ മക്കളായി മാറ്റപ്പെടണം. ആ ക്രിസ്തുവിന്റെ മക്കളായി നാം മാറ്റപ്പെടണം. എങ്കിൽ മാത്രമേ ക്രിസ്തുവിന്റെ സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ഒരു പാപിയുടെ അവസ്ഥ നാം പഠിച്ചാൽ, ഒന്ന്, അവൻ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളാണ്. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, പാപിയുടെ സ്വഭാവത്തെ നാം പഠിച്ചാൽ, അവന്റെ പാപിയുടെ ശീലം അല്ലെങ്കിൽ സ്വഭാവം എന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അവനെപ്പോഴും ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്നവനാണ്. ദൈവത്തോട് അടുത്ത് വരുവാൻ അവന്റെ മനസ്സാക്ഷി അനുവദിക്കില്ല. ഒരു പാപിയുടെ സ്വഭാവം, അവന്റെ ശീലം എന്നത് ദൈവത്തിൽ ഓടി ഒളിക്കുകയാണ്. അതിനുദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഏദേനിൽ ആദാമിനെയും ഔവയും സൃഷ്ടിച്ച് ഭൂമിയിലാക്കുമ്പോൾ അവർ സന്തോഷത്തോടെ ഏദേൻ തോട്ടത്തിൽ അവർ കാണപ്പെട്ടു. അവർക്ക് സന്തോഷം അനുപൂരിതമായ ഒരു ജീവിതമായിരുന്നു. സന്തോഷത്തിന്റെ പൂർണ്ണത അവിടെ വെളിപ്പെട്ടിരുന്നു. എന്നാൽ വെയിലാർന്ന സന്ദർഭങ്ങളിൽ ദൈവം കടന്നു വരുമ്പോൾ അവർ ഓടി ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്ന മനുഷ്യർ ഒരു സുപ്രഭാതം അടുത്തപ്പോൾ, അത് കഴിഞ്ഞ് വെയിലാറിയ സന്ദർഭത്തിൽ ദൈവം തോട്ടത്തിലേക്ക് വരുമ്പോൾ തോട്ടത്തിൽ പിതാവായ ദൈവത്തിന്റെ കാലച്ച കേട്ടപ്പോൾ ആ മനുഷ്യൻ ഓടി ഒളിക്കുകയാണ്. കാരണം അവന്റെ ഹൃദയത്തിൽ കുറ്റബോധമുളവായി. അവൻ നഗ്നത അവൻ അറിഞ്ഞു. അവൻ ചെയ്യരുതെന്ന് പറഞ്ഞതായ പ്രവൃത്തിയെ ചെയ്ത് ദൈവസന്നിധിയിൽ ദൈവിക നിയമത്തെ ലംഘിച്ചവനായി കാണപ്പെട്ടു. ആ പിതാവിന്റെ മുമ്പാകെ ഇനി നിൽക്കുവാൻ അവൻ ലജ്ജിതനായി ഓടി ഒളിക്കുന്നതായ ഒരു സന്ദർഭമാണ്. ഇന്ന് ലോകത്തിൽ നോക്കിയാൽ പാപി എപ്പോഴും ദൈവസന്നിധി ഓടി ഒളിക്കുവാൻ നോക്കുന്നു. പാപിയുടെ സ്വഭാവം അതാണ്, പാപിയുടെ ശീലം അതാണ്. അവൻ ഓടി മറയുകയാണ്, എവിടെയോ ദൂരത്തേക്ക് പോയി ആശ്രയിക്കുന്ന ഒരു അനുഭവം. അതിനുദാഹരണമായി യേശു ഒരു ഉപമ പറയുന്നല്ലോ. ഒരു പിതാവിന്റെ 2 മക്കൾ. ഇളയ മകൻ അവൻ പിതാവിന് സകല നന്മകളും വാങ്ങി അവൻ ദൂരത്തേക്ക് പോകുകയാ. പിതാവിന് ശേഖരിക്കാവുന്നതൊക്കെ വാങ്ങിച്ചിട്ട്, പിതാവിൽ നേടിയെടുക്കാവുന്നതൊക്കെ നേടിയെടുത്തിട്ട് അവൻ ദൂരദേശത്തേക്ക് പോകുകയാ. അവൻ അപ്പന്റെ വീട്ടിലെ സന്തോഷം പോരാ, അവൻ ദൂരത്തേക്ക് പോകുകയാ. പാപി പിതാവിനോട് ചേർന്ന് നിൽക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. ദൈവത്തോട് അവൻ ചേർന്ന് നിൽക്കില്ല. അവൻ ഓടി ദൂരദേശത്തേക്ക് പോകുകയാ. അവിടെ ചെന്ന് അനേക കൂട്ടുകാരെ അവൻ നേടിയെടുക്കുന്നു, അനേക ജനവുമായി അവൻ സഹകരിക്കുന്നു. പാപപ്രവർത്തികളിൽ അവൻ ഏർപ്പെട്ടു പോകുകയാ. ലോകത്തിന്റെ മോഹത്തിലേക്ക് അവൻ അടിമപ്പെട്ടു പോകുന്നു. ലോകത്തിൽ ലഭിച്ച സമ്പത്തുകളെല്ലാം അവൻ നഷ്ടമാക്കി, എല്ലാം ദൂർത്ത് ചിലവഴിച്ചിട്ട് അവസാനം ഗതിയില്ലാതെ ആയപ്പോൾ പന്നിയെ തീറ്റുന്ന ഒരു ജോലി തേടി അവൻ അവിടേക്ക് പോകുകയാ. അവിടെയും അവന് തൃപ്തിയാകാതെ വന്നപ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് അവൻ അനുതപിച്ച് പിതാവിന്റെ ഭവനത്തിലേക്ക് വരികയാ. അവിടെ ദൈവത്തിന്റെ അടുക്കലിരുന്ന് അവൻ അനുതപിക്കുകയാ. ദൈവത്തിന്റെ ആ പിതാവിന്റെ ആ ഭവനത്തെ കുറിച്ചുള്ള അവസ്ഥയോർത്തപ്പോൾ അവൻ മുഴങ്കാൽ മടക്കി അവൻ അനുതപിക്കുന്നു. അവൻ മടങ്ങി പിതാവിന്റെ അടുക്കലേക്ക് വരികയാ. പിതാവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഭയത്തോടുകൂടിയാ വരുന്നത്. എങ്കിലും അവന്റെ ഹൃദയത്തിൽ
ധൈര്യമുണ്ടായി. അവൻ പറയുന്നു, അപ്പാ, ഞാൻ പിതാവിനും ദൈവത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. കാരണം പാപത്തിന്റെ സ്വഭാവ നിമിത്തം ഞാൻ നിന്നിൽ ഓടി ഒളിച്ചവനാണ്. പാപത്തിന്റെ പ്രവൃത്തി നിമിത്തം നിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയാതെ എല്ലാം ശേഖരിച്ചിട്ട് ഞാൻ ദൂരത്തേക്ക് ഓടി ഒളിച്ചവനാണ്. പിതാവിന്റെ അടുക്കൽ വന്ന് അവൻ ഏറ്റു പറയുക. ഇന്ന് രാത്രി കാലം പ്രിയ സഹോദരങ്ങളെ, പ്രിയ സഹോദരിമാരെ, ഇന്ന് രാത്രി കാലം നീയും ഇപ്രകാരം പാപ സ്വഭാവത്താൽ നീ ദൈവത്തിൽ അകന്നവനെങ്കിൽ ഇന്ന് രാത്രി കാലം യേശു ആ ക്രൂശിന്റെ ചുവട്ടിലേക്ക് നിന്നെ മാടി വിളിക്കുകയാ. ഒരുപക്ഷെ നീ ചിന്തിക്കും, അവൻ ശിക്ഷിക്കുന്ന ദൈവമാണ്, അവൻ ദണ്ഡിപ്പിക്കുന്ന ദൈവമാണ്, പിതാവിന്റെ അടുക്കൽ എങ്ങനെ ചെന്ന് ചേരുവാൻ കഴിയും? എന്റെ പാപനിമിത്തം അവന്റെ മുമ്പാകെ എനിക്ക് നിൽക്കുവാൻ കഴിയില്ല. ഇന്ന് രാത്രി കാലം പ്രിയ ദൈവ പൈതലെ, നീ യേശുവിന്റെ അടുക്കലേക്ക് ചെല്ല. മനസ്താപത്തോടെ, മനോവിനയത്തോടെ, താഴ്മയോടെ ആ പിതാവിന്റെ അടുക്കലേക്ക് ചെല്ല. അവിടെ സ്വർഗീയ സന്തോഷം കാണപ്പെടുവാൻ കഴിയും. ആ പിതാവിന്റെ ഭവനത്തെ നോക്കിയാൽ അവിടെ വലിയൊരു സന്തോഷമാണ്, അവിടെ വലിയൊരു ആനന്ദമാണ്. കാരണം എന്താണ്? ഇവൻ പാപത്തിന്റെ സ്വഭാവത്താൽ മരിച്ചവനായിരുന്നു, എന്നാൽ എൻ്റെ മകനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇന്ന് നാം സന്തോഷിക്കേണ്ട ദിവസം എന്ന് പിതാവ് ഓർപ്പിക്കുകയാ. ഇന്ന് രാത്രി കാലം പ്രിയ ദൈവ പൈതലെ, നിനക്ക് ദൈവസന്നിധി സന്തോഷത്തിന്റെ പരിപൂർണതയുണ്ട്. പാപ സ്വഭാവത്തെ വിട്ട് നീ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. മാത്രമല്ല, പാപിയുടെ മറ്റൊരു പാപിയുടെ ജീവിതത്തെ നാം പഠിക്കുമ്പോൾ, പാപിയുടെ അനുഭവത്തെ നാം ചിന്തിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പാപി മനസ്സുകൊണ്ട് ദൈവത്തിന് ശത്രുവാണ്. പാപിയുടെ അവസ്ഥ നാം പഠിച്ചാൽ അവൻ ദൈവത്തിന് ശത്രുവായി കാണപ്പെടുകയാ. അവൻ ജനിക്കുമ്പോഴേ ദൈവത്തിന് ശത്രുവായി തന്നെ ജനിക്കുകയാ. പാപി ശത്രുവായി കാണപ്പെടുകയാ. ദൈവത്തിനും ദൈവമാർഗത്തിനും അവൻ ശത്രുവാൻ. ഇന്ന് രാത്രി കാലവും നമ്മുടെ ജീവിതത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ, ഒരു കാലത്ത് നാം ശത്രുവായി കാണപ്പെട്ടിരുന്ന അനുഭവമാണ്. പാപിയായി ദൈവത്തിന് ശത്രുവായി കാണപ്പെട്ടിരുന്ന അവസ്ഥയാണ്. തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതവിടെ വായിപ്പാൻ കഴിയുന്നല്ലോ. വായിച്ച്, ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. ജഡത്തിന്റെ ചിന്ത അത് ദൈവത്തോട് ശത്രുത്വമാകുന്നു. പാപിയുടെ മനസ്സ് എപ്പോഴും ജഡത്തിന്റെ ചിന്തയുള്ളവനാ. അവൻ ദൈവത്തിന് ശത്രുവായി മാറുകയാണ്. എപ്പോഴും അവൻ ദൈവത്തിന് ശത്രുവായി, എപ്പോഴും ദൈവത്തിന് മുമ്പാകെ പോയാൽ കടിച്ചു പിടിച്ച പല്ലുമായി ദേഷ്യഭാവത്തോടെ മുഷ്ടി ചുരുട്ടി മുൻപോട്ട് പോകുന്ന അവസ്ഥ മുൻകാലങ്ങളിൽ എന്റെയും നിങ്ങളുടെയും ജീവിതം ഒരുപക്ഷെ അപ്രകാരമായിരിക്കാം. നമ്മുടെ ജീവിതാവസ്ഥയെ നാം പഠിച്ചാൽ നമ്മുടെ ജീവിതവും മനസ്സുകൊണ്ട് നാം ദൈവത്തിന് ശത്രുവായി കാണപ്പെട്ടിരുന്നു. മനസ്സുകൊണ്ട് നാം ദൈവത്തിന് ശത്രുവായി തീർന്നു. ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ഒരു കാലത്ത് ശൗൽ ദൈവത്തിന് ശത്രുവായി കാണപ്പെട്ടവനാണ്. തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യഹോവയുടെ ദർശനം അവനുണ്ടായി. അവൻ ദൈവത്തെയും അപ്പോസ്തലന്മാരെയും അപ്പോസ്തലിക ഉപദേശത്തിനെതിരെയും അവൻ എഴുന്നേറ്റ് അവരെ തടങ്കിലാക്കുകയും അവർക്കെതിരെ മുഷ്ടി ചുരുട്ടിയവനും അവർക്കെതിരെ ശബ്ദമുയർത്തിയവനുമായിരുന്നു. ശത്രുവായിരുന്നു ശൗൽ. എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ നാം പഠിക്കുമ്പോൾ ആ ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റുകയാണ്. ദൈവവനെ പൗലോസാക്കി മാറ്റുകയാണ്. ദൈവവനെ സ്വർഗ സന്തോഷത്തിന്റെ ഉടമയാക്കി മാറ്റുകയാണ്. ഒരു കാലത്ത് അവന്റെ ഹൃദയം ദുഃഖത്താൽ നിറയപ്പെട്ടിരുന്നു. അവൻ ശത്രുവായി കാണപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ മിത്രമായി, ദൈവത്തിന്റെ സ്നേഹിതനായി, ദൈവത്തിന്റെ പുത്രനായി അവൻ മാറ്റപ്പെട്ടപ്പോൾ അവന്റെ ഉള്ളം സന്തോഷിക്കുക. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറയുന്നത്, അതേ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ കഷ്ടതയോ പട്ടിണിയോ ബുദ്ധിമുട്ടോ ഞെരുക്കമോ ആപത്തോ വാളോ എന്തും വന്നുകൊള്ളട്ടെ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നെ വേർപിരിപ്പാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഒരു കാലത്ത് ശത്രുവായിരുന്നു, ഇപ്പോഴോ ആ സ്നേഹബന്ധത്തിൽ നിന്നെ വേർപിരിപ്പാൻ ഒരു കാലത്തും എനിക്ക് ഈ ലോകത്തിന് കഴിയില്ല. ഇന്ന് രാത്രി കാലം അപ്രകാരം ആ ദൈവസന്നിധിയിൽ ഒരു കാലത്ത് ദൈവത്തിന് ശത്രുവായി ജീവിച്ചു. നിന്റെ പ്രവൃത്തി ദൈവത്തിന് ശത്രുവായിരുന്നു. എന്നാൽ ഇന്നോ ആ ക്രിസ്തുവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ ആ സ്വർഗീയ സന്തോഷം, ആ സന്തോഷത്തിന്റെ പരിപൂർണത പ്രാപിക്കുന്ന ദൈവ പൈതൽ കരങ്ങളുയർത്തി ദൈവനാമഹത്വത്തിനായി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ.
ആകയാൽ പ്രിയ ദൈവ പൈതലേ, നമ്മുടെ കർത്താവ് നമുക്ക് സ്വർഗീയ സന്തോഷത്തെ തന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, പാപിയുടെ അവസ്ഥയെ നാം പഠിച്ചാൽ, പാപി എപ്പോഴും തൻ്റെ തെറ്റുകളാൽ ദൈവം മുമ്പാകെ ഒരു കുറ്റവാളിയാണ്. അവൻ എപ്പോഴും ഒരു കുറ്റവാളിയാണ്. ഒരു പാപിയുടെ അവസ്ഥ, അവൻ ദൈവം മുമ്പാകെ കുറ്റവാളിയാണ്. കാരണം അവൻ്റെ തെറ്റു നിമിത്തം അവൻ ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ചു, ദൈവത്തിന് മുൻപിൽ അനുസരണക്കേട് കാണിച്ചതിനാൽ അവൻ എപ്പോഴും ദൈവം മുമ്പാകെ ഒരു കുറ്റവാളിയാ. ഈ ഒരു കുറ്റവാളിയുടെ ഹൃദയം എന്നത് എപ്പോഴും അവനെ കുറ്റം വിധിച്ചുകൊണ്ടേയിരിക്കും. അവന്റെ ജീവിതത്തിൽ അവന്റെ ഹൃദയം അതിനാൽ കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. അവന്റെ ജീവിതം എപ്പോഴും ഒരുക്കപ്പെടുന്നത് കുറ്റത്തിനേറ്റതായ ഒരു ശിക്ഷാവധി എനിക്ക് മുമ്പിലുള്ള വിശ്വാസത്തോടെ അവൻ മുൻപോട്ട് പോകുകയാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിച്ച് ഉണർത്തുന്നല്ലോ. വായിച്ച്, ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരോട് പ്രസ്താവിക്കുന്നുവെന്ന് നാം അറിയുന്നു. അങ്ങനെ ഏതു വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ. ദൈവസന്നിധിയിൽ അവൻ ശിക്ഷായോഗ്യമായി തീരുന്ന പ്രവൃത്തി അവന്റെ ജീവിതത്തിൽ വരികയാണ്. ദൈവം നോക്കുമ്പോൾ എല്ലാവരും കുറ്റവാളികളായി, പാപി കുറ്റവാളിയായി, പാപി തെറ്റ് ചെയ്യുന്നതിനാൽ അവൻ കുറ്റവാളിയായി ദൈവം മുമ്പാകെ കാണപ്പെടുകയാണ്. ഇന്ന് രാത്രികാലവും ദൈവത്തിന്റെ വചനത്താൽ ഓർപ്പിക്കട്ടെ, ക്രൂശിന്റെ ദർശനത്താൽ നിനക്ക് വിടുതലുണ്ട്. നിന്റെ കുറ്റം, നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ യേശു കാൽവറി ക്രൂശിൽ വഹിച്ചു. നീ സഹിക്കേണ്ട വേദന അവൻ കാൽവറി ക്രൂശിൽ സഹിച്ചു. നീ ഏൽക്കേണ്ടതായ ശിക്ഷ അവന്റെ ശരീരത്തിലേറ്റ് അവൻ 3 തൂക്കപ്പെട്ടവനായി അവൻ ഈ ലോകത്തിൽ ജീവിതം വേർപെടുന്നതായി കാണുവാൻ കഴിയും. മാത്രമല്ല, ഇന്ന് പകൽക്കാലവും ഒരു പാപിക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗെ അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രികാലവും ഈ ദൈവസന്നി വന്നിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ പാപ സ്വഭാവത്താൽ, പാപമെന്ന തെറ്റിനാൽ ഒരു കുറ്റവാളിയെ പോലെ ഇന്ന് രാത്രികാലം ദൈവത്തിന് മുൻപാകെ കാണപ്പെട്ടിരിക്കാം. ദൈവ മുൻപാകെ നീ ഒരു കുറ്റവാളിയെ പോലെ ഒരിക്കൽ ഒരു കൊലക്കുറ്റം ചെയ്തതായ ഒരു തടവ് പുള്ളിയെ തൂക്കുകയറിൽ ഏറ്റ് തൂക്കിക്കൊല്ലുവാൻ വിധിച്ച് അവനെ തടവറയിൽ അടച്ചിരുന്ന ഒരു സന്ദർഭം. ആ കൊല ചെയ്തതായ തടവ് പുള്ളിയുടെ സഹോദരങ്ങൾ, അവരുടെ വേണ്ടപ്പെട്ടവർ, അവർ പല വഴികളിൽ മുട്ടി. കോടതികളെല്ലാം അവനെ വിധിച്ചു. തൂക്കുകയർ മാത്രമായിരുന്നു അവൻ ചെയ്ത തെറ്റിന് ശിക്ഷ. അവസാനത്തിൽ ഈ സഹോദരങ്ങൾ ചേർന്ന് ആ രാജ്യത്തിലെ പ്രസിഡന്റിന് ഒരു ദയാഹർജി കൊടുത്തു. ആ പ്രസിഡന്റിന് അവനെ ഒരു മോചനത്തിന് വേണ്ടി, അതായത് അവന്റെ തൂക്കുകയറിൽ അല്ലെങ്കിൽ ശിക്ഷാവധിയിൽ നിന്ന് ഒരു മോചനത്തിന് വേണ്ടി ഈ പ്രസിഡന്റ് കയ്യിലേക്ക് ഒരു ദയാഹർജി നൽകി. ഈ ദയാഹർജി നോക്കിയിട്ട് ആ പ്രസിഡന്റ് മനസ്സലിഞ്ഞ് താൻ ഈ കൊലപ്പുള്ളിയുടെ, ഈ തടവ് പുള്ളിയുടെ വിടുതലിന് വേണ്ടി അവൻ പേപ്പറിൽ കൽപ്പന എഴുതി അതിൽ മുദ്രയിട്ട് അവൻ മടക്കി കയ്യിൽ സൂക്ഷിച്ചിട്ട് ഏകനായി കാരാഗ്രഹത്തിന്റെ വാതിലിലേക്ക് അവൻ ചെന്നു. തടവറയിലേക്ക് ചെല്ലുമ്പോൾ ഇവൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ തൻ്റെ ഉദ്യോഗസ്ഥരോടൊന്നും മുന്നറിയിപ്പ് കൊടുക്കാതെ ഈ എഴുതിയ കൽപ്പനയുമായി ഈ തടവ് പുള്ളിയെ അടച്ചിരിക്കുന്നതായ, ഈ തൂക്കിക്കൊല്ലുവാനായി വിധിക്കപ്പെട്ട കാരാഗ്രഹത്തിനുൾ കഴിയുന്നതായ ഈ കൊലപ്പുള്ളിയുടെ അടുക്കലേക്ക് ചെന്നു. ആ ഗ്രില്ലിന്റെ അടുക്കൽ, കാരാഗ്രഹത്തിന്റെ വാതിക്കൽ ചെന്ന് നിൽക്കുമ്പോൾ ഈ കാരാഗ്രഹത്തിനുള്ളിൽ കാണപ്പെടുന്നതായ കുറ്റവാളി അവൻ കഠിന മനുഷ്യനായി ഇദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളുവാൻ തുടങ്ങി. കാരണം ഇവൻ ഈ തടവുള്ളിയെ ഉപദേശിക്കുവാൻ വന്നു എന്ന് ചിന്തിച്ചിട്ട് ഏതോ ഒരു സുവിശേഷ പ്രവർത്തകൻ ജയിലിൽ സുവിശേഷവുമായി വന്നിരിക്കുന്നു എന്നറിഞ്ഞ് അവന്റെ ഹൃദയം ഇവനെ പുച്ഛിച്ച് തള്ളുവാൻ തുടങ്ങി. ഇവനെ പുച്ഛിച്ച് തള്ളി
ഈ തടവുപുള്ളിയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഇദ്ദേഹത്തെ പ്രാകുവാൻ തുടങ്ങി. ചില നിമിഷങ്ങൾ മൗനമായി ഈ പ്രസിഡന്റ് ഇതെല്ലാം കേട്ടിട്ട് താൻ മടങ്ങി, എഴുതി മുദ്ര വെച്ച് കൊണ്ടുവന്ന കൽപ്പനയുമായി മടങ്ങി തൻ്റെ ഓഫീസിലേക്ക് കടന്നുപോയി. ഇത് ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരുന്നതായ ഒരു പോലീസുകാരൻ ഈ തടവുപുള്ളിയുടെ അടുക്കലേക്ക് വന്ന് ചോദിച്ചു, നിന്റെ അടുക്കൽ വന്ന പ്രസിഡന്റ് എന്താ പറഞ്ഞത്? അപ്പോൾ ഇവന്റെ ഹൃദയം മുട്ടയുവാൻ തുടങ്ങി. അവൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുവാൻ തുടങ്ങി. അയ്യോ, ഞാൻ പ്രസിഡന്റാണ്, അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. പോലീസുകാരൻ വീണ്ടും പറഞ്ഞു, നിന്റെ സഹോദരങ്ങളുടെ ഉദ്ദണ്ഡനം നിമിത്തം, നിന്റെ സഹോദരങ്ങളുടെ പ്രേരണ നിമിത്തം, അവർ കൊടുത്ത ദയാഹർജി നിമിത്തം അവർ കൽപ്പനയുമായി നിന്നെ മോചിപ്പിക്കുവാൻ നിന്റെ അടുക്കൽ വന്നവനാ. ഇവൻ അലറി നിലവിളിക്കുവാൻ തുടങ്ങി. ഞാനത് അറിഞ്ഞില്ലല്ലോ എന്നോർത്തവൻ അധികം നിലവിളിപ്പാൻ ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഇവൻ തൂക്കുകയറിൽ കയറ്റുവാനുള്ള ദിവസമായി. പോലീസുകാർ വിലങ്ങ് വെച്ച് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇവൻ വീണ്ടും അലറി നിലവിളിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ഈ തൂക്കുകയർ, ഈ ശിക്ഷാവധി, ഈ മരണവിധി ഞാൻ ചെയ്ത കൊലക്കുറ്റത്തിനല്ല, ഞാൻ ചെയ്തു പോയ കൊലക്കുറ്റത്തിനല്ല, ഞാൻ ആ പ്രസിഡന്റിന്റെ മോചനത്തെ നിരസിച്ചതിനാലാ. ഞാൻ ആ പ്രസിഡന്റിന്റെ മോചനത്തെ നിരസിച്ചതിനാൽ ഇന്ന് ഞാൻ ഈ തൂക്കുകയറിലേക്ക് കയറുവാൻ പോകുകയാണ്. പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രി കാലവും നിന്നെ മോചിക്കുന്ന ക്രിസ്തു ഇന്ന് നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ്. അവൻ വിലയേറിയ ഒരു കൽപ്പന എഴുതി സർവശക്തനായ ദൈവത്തിന്റെ മുദ്രയുമായി അത് ഇന്ന് പകൽക്കാലം നിന്റെ മുമ്പിൽ മോചകനായി വന്ന് നിൽക്കുകയാണ്. എന്തിനെന്നറിയാമോ? നീ ചെയ്ത പാപത്തിന്റെ തെറ്റിനാൽ നീ ശിക്ഷിക്കപ്പെടാതെ, നീ ആ മരണശിക്ഷ ഏൽക്കാതെ നിന്നെ വിടുവിക്കുവാൻ യേശു മോചകനായി നിന്റെ അടുക്കൽ വന്നിരിക്കുകയാ. ഇന്ന് രാത്രികാലം ഒരു പക്ഷെങ്കിൽ ആ തടവ് പുള്ളിയെ പോലെ നീയും ഈ വാക്കുകൾ പുച്ഛിച്ച് തള്ളിയേക്കാം. ഒരു പക്ഷെ ദൂരത്തിരുന്ന് കേൾക്കുന്ന സഹോദര, നീ രഹസ്യമായി ഇന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരിക്കാം. ദൂരത്തും ചാരത്തും ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് ആ പ്രസിഡന്റിന്റെ ആ കൽപ്പനയുമായി, ആ മോചന കത്തുമായി ഇതാ നിന്റെ മുൻപാകെ ഒരു സുവിശേഷ മീറ്റിംഗ് കർത്താവ് തന്നിരിക്കുകയാ. സർവശക്തനായ ദൈവം അറുക്കപ്പെട്ട കുഞ്ഞാടായ ക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിട്ട ഒരു മുദ്രപത്രവുമായി, സുവിശേഷ സത്യവുമായി നിന്നെ മോചിപ്പിക്കുവാൻ ഇന്ന് രാത്രികാലം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാ. എത്ര പേർ ആ മോചനത്തെ ആഗ്രഹിക്കുന്നു? അതോ ആ തടവ് പുള്ളിയെ പോലെ നീ ഇത് പുച്ഛിച്ച് തള്ളുന്ന അവസ്ഥയാണോ? എനിക്ക് പാരമ്പര്യമുണ്ട്, എനിക്ക് ആലയമുണ്ട്, എനിക്ക് പുരോഹിതന്മാരുണ്ട്, എനിക്ക് ഉന്നത കുടുംബമുണ്ട്, എനിക്ക് ശ്രേഷ്ഠമായ ജോലിയുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, എനിക്ക് കുടുംബ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞ നീ സുവിശേഷ സത്യത്തെ പുച്ഛിച്ച് തള്ളിയ ആ മോചകനായ ക്രിസ്തുവിന്റെ സത്യ സുവിശേഷം, തേജസ്സേറിയ സുവിശേഷത്തെ നീ തള്ളി മുൻപോട്ട് പോയാൽ ഓർത്തുകൊള്ളുക, നിനക്കൊരുക്കിയിരിക്കുന്നത് മരണമായിരിക്കും. ദൈവസന്നിധിയിലെ സന്തോഷമല്ല, ദൈവസന്നിധിയിലെ സന്തോഷമല്ല. ദൈവസന്നിധിയിലെ സന്തോഷത്തിൽ പ്രാപിക്കണമെങ്കിൽ നീ ചെയ്യേണ്ടത്, നീ കർത്താവിന്റെ അടുക്കലേക്ക് വരണം. ആ മോചകനായ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരണം. ആ മോചകനായ ക്രിസ്തുവിലേക്ക് അടുത്തു വരണം. ആ മോചകനായ ക്രിസ്തുവിൽ വിശ്വസിക്കണം. അവന്റെ വചനത്താൽ എനിക്ക് വിടുതലുണ്ട്, അവന്റെ തിരുരക്തത്താൽ എനിക്ക് മോചനമുണ്ട്, അവന്റെ പരിശുദ്ധാത്മാവിനാൽ ആ സ്വർഗീയ സന്തോഷം എന്റെ ഹൃദയത്തിൽ നൽകും. ഇന്ന് രാത്രി കാലം എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് രാത്രി കാലം എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? കർത്താവിൽ വിശ്വസിക്കുന്ന ദൈവ പൈതൽ, നീ പാപത്തിന്റെ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിച്ച അതേ ദൈവ സന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത നിന്റെ ഹൃദയത്തിൽ പ്രാപിക്കുവാൻ നീ വാഞ്ചിക്കുന്നുവെങ്കിൽ നീ ചെയ്യേണ്ടത് ഒന്നു മാത്രം നീ ചെയ്യണം. ക്രിസ്തുവിൽ വിശ്വസിക്കുക. അത് മാത്രം പോരാ. നിന്റെ ജീവിതത്തിൽ നീ വേണ്ടത് അതേ, നീ എൻ്റെ കർത്താവെന്ന് പറയണം. സങ്കീർത്തനത്തിലേക്ക് നാം വരുമ്പോൾ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, നീ എൻ്റെ കർത്താവ് എന്നവൻ
പറയുക. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, നീ എൻ്റെ മോചകനാണ്, നീ എൻ്റെ വിമോചകനാണ്, നീ എന്നെ ശിക്ഷയിൽ വിടുവിപ്പാൻ ശക്തനെന്ന് നിന്റെ വായി കൊണ്ട് നീ പറയുന്നവനെങ്കിൽ നിശ്ചയമായി ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിലെ സന്തോഷത്തിന്റെ പരിപൂർണത നിന്റെ ഹൃദയത്തിൽ പ്രാപിപ്പാൻ ഇടയായി തീരും. മാത്രമല്ല, തിരുവചനത്തിലേക്ക് നാം കടന്നു വന്നാൽ 32-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ കുറ്റബോധത്താലുള്ള ഒരു ഏറ്റുപറച്ചിൽ നമുക്കവിടെ കാണുവാൻ കഴിയും. കുറ്റബോധത്താലുള്ള ഒരു ഏറ്റുപറച്ചിൽ. തൻ്റെ ജീവിതത്തിൽ താൻ പറയുന്നത്, താൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യങ്ങൾ ഞാൻ മറച്ചു വെച്ചതുമില്ല എന്നാ. ഞാൻ എൻ്റെ അകൃത്യത്തെ നിന്റെ മുമ്പിൽ മറച്ചിട്ടില്ല, ഞാനത് ഏറ്റു പറയുന്നു. സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കാൻ വായിച്ച്, ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല, എൻ്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റു പറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അപ്പോൾ നീ എൻ്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. ഇന്ന് രാത്രികാലവും നിനക്ക് വേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് നിന്റെ പാപം നീ ദൈവസന്നിധിയിൽ ഏറ്റു പറയണം. ആ കർത്താവിനോട് നിന്റെ വായി കൊണ്ട് ഏറ്റു പറയണം. നീ മറച്ചു വെച്ച് പോകുന്ന അവസ്ഥയിലല്ല, നീ മൂടി വെച്ച് പോകുന്ന നിലവാരത്തിലല്ല. നിന്റെ ജീവിതത്തിൽ നിന്ന് പാപത്തെ നീ തുറന്നു പറഞ്ഞാൽ. അതുകൊണ്ടാണ് യോബിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 31-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ള വേദഭാഗങ്ങളെ നാം വായിക്കുമ്പോൾ യോബ് ദൈവത്തോടൊരു കാര്യം പറയുക, ഞാൻ ആദാമിനെ പോലെ എൻ്റെ പാപത്തെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ, എനിക്ക് ഈ സന്തോഷം പ്രാപിപ്പാൻ കഴിയില്ല എന്ന് വായിച്ച്, ഞാൻ ആദാമിനെ പോലെ എൻ്റെ ലംഘനം മൂടി എൻ്റെ അകൃത്യം മാർവിടത്ത് മറച്ചു വെച്ചുവെങ്കിൽ, മഹാപുരുഷാരത്തെ ശങ്കിക്കൊണ്ടും വംശക്കാരുടെ നിന്ന എന്നെ ഭ്രമിപ്പിക്കൊണ്ടും ഞാൻ വാതിലിന് പുറത്തിറങ്ങാതെ മിണ്ടാതിരുന്നുവെങ്കിൽ, അയ്യോ എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. അവിടെ നാം വായിക്കുമ്പോൾ ഭക്തനായ യോബ് പറയുന്നു, ആദാമിനെ പോലെ ഞാൻ എൻ്റെ പാപത്തെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ, എൻ്റെ ലംഘനങ്ങളെ എൻ്റെ ദൈവത്തോട് ഏറ്റു പറയാതെ ഞാൻ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ഇന്നെൻ്റെ ജീവിത നിലവാരം എന്തായിരിക്കും? ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കളുടെ അവസ്ഥ അതായിരുന്നു. മുൻപൊരു കാലത്ത് ഞാൻ ഈ പാപത്തെ മറച്ചു വെച്ചിരുന്നുവെങ്കിൽ ഈ ദൈവസന്നിധിയിലെ സന്തോഷം എനിക്ക് പ്രാപിപ്പാൻ കഴിയില്ല. ആ മോചകൻ പലപ്പോഴും എൻ്റെ വാതിക്കൽ വന്ന് മുട്ടി. അന്നൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തെ തുറന്ന് എൻ്റെ അകൃത്യത്തെ ദൈവത്തോട് ഏറ്റു പറഞ്ഞതിനാൽ ഇന്നെൻ്റെ പാപത്തെ ക്ഷമിച്ച ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണത ഇന്ന് ഞാൻ പ്രാപിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാനത് എൻ്റെ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ആ തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതവും അപ്രകാരം ഒരു ഏറ്റുപറച്ചിലിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരണം. ഏറ്റുപറച്ചിൽ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ അതിന് അനേക കാര്യങ്ങളുണ്ട്. സമയം പോലെ ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഒന്ന്, കുറ്റത്തോടെ നിന്റെ പാപത്തെ ഏറ്റുപറയണം. രണ്ടാമതായി നാം ചിന്തിക്കുമ്പോൾ കാണുന്നുണ്ട്, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 69-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തുവിന്റെ ആളത്വത്തെക്കുറിച്ച് നാം ഏറ്റുപറയണം. അതായത് ക്രിസ്തു പരിശുദ്ധനെന്നും അവൻ ദൈവപുത്രനെന്നും നാം ഏറ്റുപറയുന്നവരായി തീരണം. നാം അവനമായിരിക്കുന്നവരല്ല. എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ നാം അത് ഏറ്റു പറഞ്ഞുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, റോമർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ഉം 10-ഉം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വായി കൊണ്ട് നാം ഏറ്റു പറയണം. മരിച്ചവരെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ട് നാം ഏറ്റുപറയുകയും ചെയ്താൽ ആ മോചകനായ ക്രിസ്തുവേശുവിനാൽ, ആ കാൽവറി മരണത്താൽ, ആ കാൽവറിയിൽ നിനക്ക് വേണ്ടി ചൊരിഞ്ഞ ആ രക്തത്താൽ ഇന്ന് രാത്രികാലം നിനക്ക് വിടുതലുണ്ട്. നിനക്ക് സന്തോഷം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. അതിന് ഉദാഹരണമാണ് തിരുവചനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ പാപക്ഷമ ലഭിച്ചതിനാൽ ദൈവസന്നിധിയിലെ സന്തോഷം അനുഭവിച്ച ഒരു കുടുംബത്തെക്കുറിച്ച് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾക്ക് നാം കടന്നു വരുമ്പോൾ 16-ാം അധ്യായം അതിൻ്റെ 20 മുതൽ 40 വരെയുള്ള വേദഭാഗങ്ങളെ നാം വായിച്ചാൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാരാഗ്രഹ പ്രമാണികൾ അതേ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാപിച്ചതായ സന്തോഷം, അവരുടെ ജീവിതത്തിൽ നിന്ന് അനുഭവത്തെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വീടടക്കം അവർ സന്തോഷിച്ചു എന്ന, ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വീടടക്കം അവർ ആനന്ദിച്ചു എന്ന് കാണുവാൻ കഴിയും. അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടില്ല. അവരുടെ ജീവിതത്തെ നാം പഠിച്ചാൽ
അവർ നിരാശരായി. കാരാഗ്രഹ പുള്ളികൾ, തടവ് പുള്ളികൾ രക്ഷ പ്രാപിച്ചു എന്നോർത്ത് അവർ ആത്മഹത്യക്കായും തുടങ്ങിയ ഒരു സന്ദർഭമായിരുന്നു. എല്ലാ വേദഭാഗങ്ങളും നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. തിരുവചനത്തിൽ നാം പഠിക്കുമ്പോൾ അവർ ദൈവത്തിൽ വിശ്വസിച്ചതിനാൽ വീടടക്കം സന്തോഷം കടന്നു വരികയാണ്. ഇന്ന് രാത്രികാലം പ്രിയ സ്നേഹിതരെ, ദേശനിവാസികളെ, ഇന്ന് രാത്രികാലം നിന്റെ പാപത്തെ നീ ഏറ്റു പറയുന്നുവെങ്കിൽ, നിനക്ക് പാപക്ഷമ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചാൽ നിന്റെ കുടുംബം ഒന്നടങ്കം ദൈവത്തിന്റെ സന്നിധി നിനക്ക് സന്തോഷിപ്പാൻ കഴിയും. യഹോവയുടെ കൽപ്പന അനുസരിച്ചാൽ നീ മാനസാന്തരപ്പെട്ട ദൈവവചനത്തിന് നിന്റെ ജീവിതത്തെ സമർപ്പിച്ചാൽ നിന്റെ വീടടക്കം നിനക്ക് സന്തോഷത്തിന്റെ പരിപൂർണത പ്രാപിപ്പാൻ കഴിയും. അപ്രകാരം വിശ്വസിക്കുന്ന ദൈവമക്കൾ, ഇന്ന് എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചതിനാൽ, എന്റെ കർത്താവിനെ പിൻഗമിച്ചതിനാൽ, എന്റെ യേശുവിന്റെ ക്രൂശുമരണം, അവന്റെ രക്തം എനിക്ക് മോചനം തന്നതിനാൽ ഇന്ന് എന്റെ വീടടക്കം സന്തോഷിക്കുന്നുവെന്ന പ്രത്യാശയും വിശ്വാസമുള്ള ദൈവമക്കൾ കരങ്ങളുയർത്തി വീണ്ടും ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതേ, അനേക സാക്ഷികൾ നമ്മുടെ മുൻപാകെയുണ്ട്. ഇന്ന് രാത്രികാലം ഇതിനിടയിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിന്റെ നീറുന്ന പ്രശ്നത്തിന് പരിഹാരം, നിന്റെ നിരവധി ദുഃഖത്തിന് കാരണം നീ ഇന്ന് രാത്രികാലം കണ്ടുപിടിക്കുക. നിന്റെ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുന്നത് നിന്റെ പാപമാണ്. നിന്റെ പാപമാണ് നിന്റെ സന്തോഷ പരിപൂർണതയെ നഷ്ടപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിലെ സന്തോഷത്തിന് തടസ്സം നിന്റെ ജീവിതത്തിലെ പാപമാണ്. ഈ പാപത്തെ നീ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ച, ക്രിസ്തുവിൽ നിന്ന് ക്ഷമായാചന പ്രാപിച്ച, ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തത്താൽ അവൻ നിന്നെ കഴുകി വിശുദ്ധീകരിക്കും. ഒരു പക്ഷെങ്കിൽ നമുക്ക് അനേക പാപങ്ങൾ ഏറ്റുപറയുവാനുണ്ടായേക്കാം, കോടി പാപങ്ങൾ ഏറ്റുപറയുവാൻ കണ്ടേക്കാം. എന്നാൽ എത്ര പാപങ്ങൾ കൂടി വന്നാലും യേശുവിന്റെ രക്തം ആ പാപങ്ങളെ കഴുകുവാൻ മതിയായതാ. ഇന്ന് രാത്രികാലം ആ രക്തം നമ്മുടെ സമീപയുണ്ട്, ആ സന്തോഷം നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ടാണ് സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിലേക്ക് നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, അവൻ രക്ഷിക്കുന്ന വീരനായ ദൈവമായി, അവൻ രക്ഷിക്കുന്ന വീരനായി നമ്മുടെ മധ്യയെ നടകൊള്ളുകയാ. ഇന്ന് രാത്രികാലം അവൻ രക്ഷിക്കുന്ന വീരനായ ദൈവമാണ്. ഇന്ന് നിന്നെ വിടുവിക്കുന്ന വീരനായ ദൈവമാണ്. സന്തോഷത്തിന്റെ പരിപൂർണത നിന്റെ ഹൃദയത്തിൽ തരുവാൻ അവൻ ശക്തനാണ്. പാപക്ഷമയിൽ കൂടെ ദൈവസന്നിധിയിലെ സന്തോഷ പരിപൂർണത നമുക്ക് പ്രാപിപ്പാൻ കഴിയും. മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ മറ്റൊരു സന്തോഷ പരിപൂർണത ഒരു ദൈവ പൈതലിന് അനുഭവമാക്കുവാൻ കഴിയുന്നു എന്നാണ്. ദൈവസന്നിധിയിൽ ഒരു ഭക്തൻ എപ്പോഴും സന്തോഷിക്കുക. അവന്റെ ശരീരത്തിൽ വ്യാധി കാണാം, വേദന കണ്ടിരിക്കാം, ഒരുപക്ഷെ ലോകം അവനെ നിന്ദിച്ചിരിക്കാം. യേശു പറയുന്നത് പോലെ ലോകം നിന്നെ നോക്കി ദുഃഖം നിന്റെ മേൽ കൊണ്ടുവരും. എന്നാൽ യോഹന്നാൻ യേശു പറയുന്നത്, ഇപ്പോൾ ദുഃഖിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്നാൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ഇപ്പോൾ നിങ്ങൾ ദുഃഖിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു സന്തോഷമുണ്ട് എന്ന തിരുവചനം അത് ഓർപ്പിക്കുക. എങ്ങനെ ആ സന്തോഷം നിനക്ക് പ്രാപിപ്പാൻ കഴിയും? ഒന്ന്, പാപക്ഷമയിൽ കൂടെ ഒരു ജീവിതം സന്തോഷപ്രദമാക്കി തീർക്കുവാൻ കഴിയും. മറ്റൊന്നിലേക്ക് നാം കടന്നു വരുമ്പോൾ സങ്കീർത്തനത്തിലേക്ക് നാം മടങ്ങി വരാം. 16-ാം സങ്കീർത്തനം അതിന്റെ 8-ഉം 9-ഉം വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഈ പ്രകാരം അവിടെ ഓർപ്പിച്ചുണർത്തുക. സങ്കീർത്തനക്കാരൻ ഒരു വാക്ക് ഓർപ്പിക്കുന്നു, യഹോവേ ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നതിനാൽ ഞാൻ കുലുങ്ങിപ്പോകുകയില്ല എന്നാണ്. വായിച്ച്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുൻപിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു, എന്റെ ജഡവും നിർഭയമായിരിക്കുന്നു. അതേ പ്രിയ ദൈവ പൈതലേ, നീ യഹോവയെ മുമ്പിൽ വെച്ചാൽ നീ ഒരിക്കലും കലങ്ങിപ്പോകയില്ല. ഭക്തനായ ദാവീദ് പറയുന്നു, ഞാൻ എൻ്റെ യഹോവയെ മുമ്പിൽ വെച്ചതിനാൽ അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിക്കുന്നു, എൻ്റെ ഹൃദയം ആനന്ദിക്കുന്നു, എൻ്റെ ജഡ നിർഭയം വസിക്കുന്നുവെന്നാണ്. ഒരു ഭയവും അവന്റെ ജീവിതത്തിൽ കാണപ്പെടുന്നില്ല. പ്രിയ ദൈവ പൈതലേ, ഇന്ന് രാത്രികാലം ഒരു പക്ഷെങ്കിൽ നീ കഷ്ടതയോടെ, ദുഃഖത്തോടെ, വേദനയോടെ ദൈവസന്നിധി വന്നിരിക്കും. നിന്റെ ജീവിതം പല വിധത്തിൽ, നിന്റെ കുടുംബ പ്രശ്നങ്ങൾ ഓർത്ത്, ഇല്ലെങ്കിൽ മക്കളുടെ ജീവിതം ഓർത്ത്, നിന്റെ ഭാരമേറിയ ജീവിതം ഓർത്ത്, നിന്റെ ശരീരത്തിലെ വേദനയേറിയ കഷ്ടതയോർത്ത് നീ പലപ്പോഴും ദുഃഖിച്ച് നിരാശപ്പെട്ട്
തളർന്നു പോകുന്ന ഒരു നിലവാരത്തിൽ ഒരുപക്ഷെ നീ എത്തിയേക്കാം. എന്നാൽ ദാവീദ് നമുക്കൊരു പ്രത്യാശ തരികയാണ്. ദാവീദിന്റെ കഷ്ടത സമയങ്ങളിലൊക്കെ അവൻ യഹോവയെ തന്റെ മുമ്പിൽ വെച്ചു. അവൻ കണ്ടത് കഷ്ടതയായിരുന്നില്ല, അവൻ യഹോവയെ മുമ്പിൽ വെച്ച് യഹോവയെയാണ് അവൻ കണ്ടത്. തിരുവചനത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ 2 ഉദാഹരണം മാത്രം ഞാൻ ഉണർത്തിക്കൊള്ളട്ടെ. 2 ഉദാഹരണത്തിലേക്ക് നാം കടന്നു വരും. ഒന്ന്, ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 15 മുതൽ 27 വരെയുള്ള വേദഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ ഭക്തന്മാരായ 3 ബാല്യക്കാരെ, 3 വ്യക്തികളെ അതെ ദൈവ കൽപ്പന അനുസരിച്ചതിനാൽ, രാജകൽപ്പനയോട് മറുത്തു മത്സരിച്ചതിനാൽ, രാജവിഗ്രഹത്തെ നമസ്കരിക്കാഞ്ഞതിനാൽ അവരെ എരിയുന്ന തീച്ചുളയിലേക്ക് തള്ളുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരെ കെട്ടി കൈകാലുകൾ ബന്ധിച്ച് എരിയുന്ന തീച്ചുളയിലേക്ക് തള്ളുകയാണ്. ആ എരിയുന്ന തീച്ചുള എന്നത് സാധാരണ തീച്ചുളയേക്കാൾ 7 മടങ്ങ് അതിന് ശക്തി വർദ്ധിപ്പിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. ഈ ബാലന്മാർ പറയുന്നു, അതേ ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ സേവിക്കും, ഇതുവരെയും സേവിച്ചു വന്ന ദൈവത്തെ മാത്രമേ ഞങ്ങൾ സേവിക്കുകയുള്ളൂ. ആ ദൈവത്തെ അവർ മുമ്പിൽ വെച്ചു. അവർ രാജകൽപ്പനയല്ല നോക്കിയത്. നിന്നെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന് പറയുമ്പോഴും ആ തീയുടെ ശക്തി ആ ബാലന്മാർ ശ്രദ്ധിച്ചില്ല. ഞാൻ ചിന്തിക്കുകയാണ്, ആ തീ കത്തുന്നതോ, തീ കത്തി ജ്വലിക്കുന്നതോ, തീയുടെ ശക്തിയോ, തീയുടെ ചൂടോ ആ ബാലന്മാർ നോക്കി കാണില്ല. ഈ കൊണ്ടുപോയ വ്യക്തികളെ തീ ദഹിപ്പിച്ച് കളഞ്ഞു എന്നാൽ ഈ തീ അവരെ ദഹിപ്പിച്ച് കളഞ്ഞപ്പോൾ ഈ ഇടാൻ പോയ പുള്ളികളെ ഇവനെ തള്ളേണ്ട വന്നില്ല. തീ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കയ്യിൽ നിന്ന് വഴുതി തീയിലേക്ക് അവർ വീണു പോയിരിക്കാം. എന്നാൽ ഓർക്കുക, ആ തീയിലേക്ക് വീണപ്പോൾ അവർ കണ്ടത് മറ്റൊരുവൻ ആ തീയുടെ നടുവിൽ നടക്കുന്നു. അതാ രാജാവ് വിളിച്ചു പറയുന്നത്, ഇതോ നാം 3 പേരെയല്ലോ ആ തീയിലേക്ക് തള്ളിയത്. ഇതാ 4മതൊരുവൻ അവരുടെ നടുവിൽ നിൽക്കുന്നതായി, അവരുടെ നടുവിൽ സന്തോഷിക്കുന്നതായി അവൻ കാണുകയാ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, നീ കർത്താവിനെ നോക്കിയാട്ടെ. നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന പ്രത്യാശയെ നീ നോക്ക്, നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന കിരീടത്തെ നീ നോക്ക്, നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സ്വർഗീയ ആ സന്തോഷത്തെ നീ നോക്ക്. നിന്റെ ലോകത്തിലെ കഷ്ടതയെ നീ നോക്കണ്ട. തീയുടെ ചൂട് അവർ നോക്കിയില്ല, അവർ സന്തോഷിക്കുന്നു. സംഭവിച്ചത് എന്താണ്? തീയിൽ അവർ സ്വതന്ത്രരായി സന്തോഷിക്കുകയാണ്. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, കഠിനമായ അഗ്നി ശോധനയിൽ കൂടെ നീ കടന്നു പോയിരിക്കാം. സന്തോഷം പ്രാപിപ്പാൻ കഴിയാതെ ദുഃഖിതനായി നിരാശനായി ഒരുപക്ഷെ നീ ചോദിച്ചേക്കാം, എൻ്റെ ജീവിതത്തിൽ ഈ അഗ്നി ശോധന എന്താണ്? ഈ വിശ്വാസത്തിൽ വന്നപ്പോൾ ഇത്രയും കഷ്ടത വരാൻ കാരണം എന്താണ്? ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, നീ കഷ്ടതയെ നോക്കി പിറുപിറുക്കാതെ നിന്റെ കഷ്ടതയുടെ നടുവിലായിരിക്കുന്നു യേശുവിനെ നോക്ക്. അവൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചവനാ. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലെ, നീ തനിയല്ല കഷ്ടതയുടെ പാതയിൽ കൂടെ കടന്നു പോകുന്നത്. യേശു നിന്നോട് കൂടെയുണ്ട്, യേശു നിന്റെ അടുക്കലുണ്ട്. ആ കഷ്ടത നിന്നെ വിടുവിപ്പാൻ 3മതൊരു ദൈവം നിന്നോട് കൂടെയുണ്ട്. അവനെ നീ മുമ്പിൽ വെച്ചാട്ടെ. ഇന്ന് പലരുടെയും ജീവിതത്തിൽ പരാജയത്തിന് കാരണം ഈ കയ്യിലൊരു മുറിവ് കണ്ടാൽ അതെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, പഴുത്തോ 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 അല്ലേ? എന്നാൽ പ്രിയ ദൈവ പൈതലേ, നിന്റെ കൈയുടെ മുറിവ് അവിടെ വെച്ചിട്ട് യേശുവിൻ്റെ കയ്യിലെ മുറിവൊന്ന് നോക്ക്. നിനക്ക് വേണ്ടി ആണികൾ അടിക്കപ്പെട്ട മുറിപ്പാടുകൾ നോക്ക്. നിനക്ക് വേണ്ടി വിലാപ്പുറ ഒഴിവുചാല് പോലെ കീറപ്പെട്ട ആ യേശുവിന്റെ മുതുകൊന്ന് നോക്ക്. ഇന്നവൻ ഉയർത്തെഴുന്നേറ്റവനായി നിന്റെ മധ്യയെ നടകൊള്ളുകയാ, രക്ഷിക്കുന്ന വീരനായ ദൈവമായി. നിനക്ക് സന്തോഷത്തിന്റെ പരിപൂർണതയിൽ നിന്നെ അയക്കുവാൻ, നിന്റെ കഷ്ടതയിൽ നിന്നെ വിടുവിക്കുവാൻ നിനക്ക് യേശു നിന്റെ അടുക്കലുണ്ട്. മാത്രമല്ല, ഒരു കാര്യം കൂടെ, ഒരു ഉദാഹരണം കൂടെ ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് നാം കടന്നു പോകുമ്പോൾ 16-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വേദഭാഗങ്ങളെ നാം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്, ക്രിസ്തുവിന്റെ നാമനിമിത്തം, ക്രിസ്തുവിന്റെ സുവിശേഷം അറിയിച്ചതിനാൽ പൗലോസ്
ശീലാസും ഒക്കെയും കോലുകളാൽ അടിക്കപ്പെട്ടവരായി അകത്തെ തടവിൽ ആമത്തിൽ അവർ ബന്ധിക്കപ്പെട്ടവരായി കാണപ്പെടുകയാ. അവരെ കയ്യിൽ കെട്ടിയിരുന്ന ചങ്ങലയെ അവർ നോക്കിയിരുന്നുവെങ്കിൽ അവരെ ഉള്ളം സന്തോഷിപ്പാൻ അവർക്ക് തോന്നുകയില്ല. കാരണം ഒരു സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നില്ല. അവരുടെ കാലുകൾ ആമത്തിൽ കെട്ടിയിരുന്നു, ആമത്തിൽ ബന്ധിച്ചിരുന്നു എന്ന അവരെ ആ ബന്ധനത്തെ കണ്ടിരുന്നുവെങ്കിൽ അവർക്ക് പാടി ആനന്ദിക്കുവാൻ കഴിയില്ലായിരുന്നു. എന്നാൽ സർവശക്തനായ ദൈവം തൻ്റെ ഭക്തന്മാരുടെ ഹൃദയത്തിൽ പ്രത്യാശ ഉളവാക്കി. അവൻ കഷ്ടതയിലും സന്തോഷിച്ചു, അവൻ കഷ്ടതയിലും ആനന്ദിച്ചു. അതുകൊണ്ട് ആ തിരുവചനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ സകല കഷ്ടതയിലും അവർക്ക് സന്തോഷം കവിഞ്ഞു വന്നു എന്ന. കാരണം ദൈവകൽപ്പന അനുസരിക്കുന്നതിലും തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിക്കുന്നതിലും യോഗ്യരായി എണ്ണപ്പെടുവാൻ അവർ അഭിമാനിച്ചു എന്ന. അതിനാൽ അവർ സന്തോഷം ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞു എന്ന. അവർ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുവാൻ ആ അധികാരികളുടെ ചങ്ങലയ്ക്കോ അധികാരിയുടെ ആമത്തിൽ പൂട്ടിയ ചങ്ങലകൾക്കോ അവരെ കാരാഗ്രഹ വാതിലുകൾക്കോ അവരുടെ ഇരുട്ടറകൾക്കോ കഴിഞ്ഞില്ല. ഇന്ന് രാത്രികാലം പ്രിയ ദൈവ പൈതലേ, നീ യഹോവയെ മുമ്പിൽ വെച്ചാൽ നിന്റെ ഉള്ളത്തിലെ സന്തോഷത്തെ കെടുത്തുവാൻ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾക്ക് കഴിയില്ല, രോഗക്കെട്ടുകൾക്ക് അത് കഴിയില്ല, രോഗബന്ധനങ്ങൾക്ക് അത് കഴിയില്ല. നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രികാലം പലവിധമായ വ്യാധിയാൽ രോഗത്താൽ ബന്ധിക്കപ്പെട്ടവനായിരിക്കാം. ഇന്ന് രാത്രികാലം ദൈവത്തിന് മുൻപാകെ നിന്റെ ജീവിതത്തെ സമർപ്പിക്കുക. ഒരു നിമിഷം നീ ഇരിക്കുന്ന ഇടത്ത് നീ ഒന്ന് മുഴങ്കാൽ മടക്കാമോ? ഒരു നിമിഷം നിന്റെ കണ്ണുകൾ അടയ്ക്കാമോ? നിന്റെ സമയങ്ങൾ തീരാറായല്ലോ. ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രികാലം ആ ദാവീദ് പറഞ്ഞതുപോലെ നീ യഹോവയെ മുമ്പിൽ വെച്ചേ മടങ്ങിപ്പോകാവൂ. നീ യഹോവയെ മുമ്പിൽ വെച്ച് മുൻപോട്ട് പോയാൽ യഹോവയെങ്കിലെ സന്തോഷം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകും. നിന്റെ കഷ്ടതയാൽ അയ്യോ അയ്യോ എന്ന ദീന സ്വരമല്ല നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത്. അയ്യോ എനിക്ക് പരിശോധന വന്നു എന്നല്ല നിന്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ടത്. കഷ്ടതയാൽ സന്തോഷത്തിന്റെ ധ്വനി നിന്റെ ഹൃദയത്തിൽ നിന്ന് മുഴങ്ങട്ടെ. ഇന്ന് രാത്രികാലം പ്രിയ സഹോദരങ്ങളെ, നിന്റെ വ്യാധി എന്താണ്? നിന്റെ ബലഹീനതകൾ എന്താണ്? നിന്റെ വേദന എന്താണ്? നിനക്ക് കർത്താവിന്റെ സന്നിധി സന്തോഷിപ്പാൻ കഴിയാതെ നിന്നെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ എന്താണ്? ദൈവത്തിന്റെ ആത്മാവിനും നിനക്കും നന്നായിട്ടറിയാം. ഇന്ന് രാത്രികാലം ആ ദൈവം മുമ്പാകെ നിന്നെ സമർപ്പിച്ചാട്ടെ. യേശു നിന്റെ കെട്ടുകളെ അഴിക്കുന്ന വീരനായ ദൈവമായി അവൻ നമ്മുടെ മധ്യയെ നടകൊള്ളുകയാ. ഇന്ന് രാത്രികാലം നിന്റെ ഉള്ളത്തിൽ സന്തോഷത്തിന്റെ ധ്വനി പുറപ്പെടട്ടെ. ഒരിക്കൽ ഒരു വേട്ടക്കാരൻ അവൻ വനത്തിൽ വേട്ടയാടി അലഞ്ഞ തിരിഞ്ഞ് അവന് മടങ്ങി നാട്ടിലേക്ക് പോകുവാൻ അറിയാതെ വഴിതെറ്റി അലഞ്ഞതായ ഒരു സന്ദർഭത്തിൽ അവൻ തൻ്റെ കുതിരപ്പുറത്ത് വനത്തിൽ ഇങ്ങനെ അലയുമ്പോൾ അവൻ്റെ കാതുകളിലേക്ക് ഒരു സംഗീതത്തിന്റെ ധ്വനി അവൻ്റെ കാതിൽ മുഴങ്ങി. ഒരു സംഗീതം അവൻ്റെ കാതിലേക്ക് അലയടിച്ചു. അവൻ കുതിരയെ തിരിച്ച് ആ സംഗീതം പുറപ്പെട്ടു വരുന്ന ദിശ നോക്കി അവൻ യാത്ര തുടർന്നു. അതൊരു ഗുഹയുടെ വാതുക്കലായിരുന്നു. ആ ഗുഹയിൽ നിന്ന് മനോഹരമായ സംഗീതം പുറപ്പെട്ടുകൊണ്ടേയിരുന്നു. ആ ഗുഹയുടെ വാതുക്കൽ നിന്നുകൊണ്ട് വേട്ടക്കാരൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ആരാണ് ഈ പാടുന്നത്? വീണ്ടും ശബ്ദമൊന്നും കേൾക്കാതെ വന്നതിനാൽ ഈ പാട്ട് പാടുന്ന വ്യക്തി വേഗത്തിൽ പുറത്തേക്ക് വരിക എന്ന ഈ വേട്ടക്കാരൻ ശബ്ദമുയർത്തി പറഞ്ഞു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഗുഹയ്ക്കുള്ളിൽ നിന്ന് മറ്റൊരു വാക്ക് പുറത്തേക്ക് വന്നു. താൻ വെളിപ്പെടുത്തിയത്, ഇല്ല, ഞാൻ പുറത്തേക്ക് വരില്ല, ഞാൻ പുറത്തേക്ക് വരില്ല, ഞാൻ മരണാസന്നനായ ഒരു വ്യക്തിയാണ്. ആ ശബ്ദം കേട്ട് വീണ്ടും വേട്ടക്കാരൻ പറഞ്ഞു, മരണാസനായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ പാടുവാൻ കഴിയില്ല, നീ വേഗം പുറത്തു വരിക. ആ ശബ്ദം കേട്ടിട്ട് വീണ്ടും ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് ഒരു സ്വരം പുറത്തേക്ക് വരുന്നു. ആ സ്വരം ഇപ്രകാരമാണ്, ഞാനൊരു കുഷ്ഠരോഗിയാണ്, എൻ്റെ മുഖം വിരൂപമായിരിക്കുന്നു, എൻ്റെ ശരീരം പഴുത്ത് ജീർണിച്ചിരിക്കുന്നു. ഞാൻ പുറത്തേക്ക് വന്നാൽ നിങ്ങൾ ഭയപ്പെട്ടോടി ഒളിക്കും. എന്നെ കാണുവാൻ നിങ്ങൾക്ക് ത്രാണിയില്ല. ഞാൻ അത്രമാത്രം ഹീനനായി മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. വീണ്ടും ആ വേട്ടക്കാരൻ ഇപ്രകാരം ആവശ്യപ്പെട്ടു, അങ്ങനെ ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഗുഹയ്ക്കുള്ളിൽ ഇരുന്ന് പാടുവാൻ കഴിയില്ല. മരണാസന്നനായി
ശരീരം പഴുത്ത് ജീർണിച്ച് മുഖം വിരൂപമായ ഒരു വ്യക്തിക്ക് ഇപ്രകാരം പാടുവാൻ കഴിയില്ല. വീണ്ടും ആ ഗുഹയിൽ നിന്ന് അടുത്ത സ്വരം പുറപ്പെട്ടു. ഇല്ല, ഞാൻ സന്തോഷം കൊണ്ട് നിറഞ്ഞ് എൻ്റെ വായിൽ നിന്ന് ആ വരികൾ വീഴുകയാണ്. ഞാൻ സന്തോഷം കൊണ്ട് നിറയുക. ഈ വേട്ടക്കാരൻ ചോദിച്ചു, എന്ത് നിന്റെ ദേഹം വിരൂപമെന്ന് പറയുന്നു? നിന്റെ ശരീരം പഴുത്ത് ജീർണിച്ചിരിക്കുന്നു, നിന്റെ ശരീരം വിരൂപമായി തീർന്നിരിക്കുന്നു പറയുന്നു, പിന്നെ നിന്റെ ഉള്ളിൽ എങ്ങനെ സന്തോഷം? അവൻ ഇങ്ങനെ പറഞ്ഞു, ഈ ജീർണിച്ച, ഈ പഴുത്ത് ജീർണിച്ച ഈ മൺശരീരം ഞാൻ ഈ ഗുഹയിൽ ഉപേക്ഷിച്ചിട്ട് എന്റെ സ്വർഗീയ സന്തോഷത്തിലേക്ക് ഞാൻ പറന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ താമസമിന് ആ സ്വർഗീയ സന്തോഷത്തിൽ ഞാൻ പ്രവേശിക്കും. അതത്രേ എന്റെ സന്തോഷം. ഇന്ന് രാത്രി കാലം പ്രത്യാശമുള്ള ദൈവമക്കൾ ആ സന്തോഷത്തിന് ആ ജീവിതത്തെ സമർപ്പിച്ചാട്ട്. നിന്റെ ശരീരം വ്യാധിയാൽ ബലഹീനപ്പെട്ട് അഴിഞ്ഞ ഒരു ശരീരമായി കാണപ്പെട്ടിരിക്കുക എങ്കിലും നമ്മുടെ ഉള്ളം പ്രത്യാശിക്കുന്നു, എനിക്കൊരു സ്വർഗീയ സന്തോഷമുണ്ട്, എനിക്ക് എന്റെ ദൈവസന്നിധി സന്തോഷമുണ്ട്. ഇന്ന് രാത്രി കാലം ആ സന്തോഷത്തിനായി ദൈവസന്നിധിയിലേക്ക് നമ്മെ സമർപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി കാലം ദൈവസന്നിധി നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചാട്ടെ. ദൈവവചനത്തിന് മുൻപാകെ നമ്മുടെ ഹൃദയങ്ങളെ ഒരു നിമിഷം താഴ്ത്തി കൊടുക്കാം. ഇന്നപ്പോ രാത്രികാലം നീ ഇവിടം വിട്ടു പോകുമ്പോൾ സ്വർഗീയ സന്തോഷത്തോടെ വേണം മടങ്ങിപ്പോകുവാൻ. നിന്റെ ശരീരം ജീർണിച്ച അവസ്ഥയിലായിരിക്കാം, ഒരുപക്ഷെ രോഗിയായി നീ കാണപ്പെട്ടേക്കാം. എത്രയോ നാളുകൾ നിന്റെ രോഗം നിന്റെ സന്തോഷത്തെ കെടുത്തി, നിന്റെ പാപത്തിന്റെ സമാധാനത്തെ നഷ്ടമാക്കി. എന്നാൽ ഇന്ന് രാത്രികാലം യേശു നിന്റെ അടുക്കൽ വരികയാ. ആ ഗുഹയിൽ നിന്ന് സന്തോഷത്തിന്റെ ധ്വനി പുറപ്പെട്ടതുപോലെ പ്രിയ ദൈവ പൈതലേ, നിന്റെ നാവിൽ ആർത്തു സന്തോഷിക്കുന്ന ആ സന്തോഷത്തിന്റെ ധ്വനി മുഴങ്ങട്ടെ. യേശു നിന്നെ വിടുവിക്കുന്നു, യേശു നിന്നെ